Guys, what about our previous class? Okay, ano guys? നമ്മൾ മീഡിയേറ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസുകളെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് ഏതൊക്കെയാണ്? കൺവേർഷൻ, ഒപ്പേർഷൻ, കോൺട്രാപ്പൊസിഷൻ ആൻഡ് ഇംപ്ലിക്കേഷൻ. ദെൻ മീഡിയേറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് ആയിരുന്നു നമ്മൾ അനലിറ്റിക്കൽ മെത്തേഡും വെൻ ഡയഗ്രാമും. അതിൽ നമ്മൾ വെൻ ഡയഗ്രാം ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആയിരുന്നോ? കൂടുതൽ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിരുന്നോ? പ്രീവിയസ് ക്ലാസ് കേട്ടിട്ടില്ല? ഓക്കെ. നിങ്ങൾ ലോജിക്കൽ റീസണിങ്ങിനും മറ്റു മൊഡ്യൂളുകളെ അതുപോലെ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക. കാരണം ഒന്നൊന്നിനോട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് പ്രീവിയസ് ക്ലാസ്സിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ എന്നാലും കുഴപ്പമില്ല, ഞാൻ കണക്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലോട്ട് കിടക്കാം. ഇപ്പോൾ ലോജിക്കൽ റീസണിന്റെ ക്ലാസ് 5 ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മള് മൂഡ്സ് ആൻഡ് ഫിഗേഴ്സ്, ഇപ്പൊ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് ഒക്കെ കണക്റ്റഡ് ആയിട്ടുള്ള തന്നെയാണ്. നമ്മൾ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷന്റെ ഓരോ ആസ്പെക്ടുകളിൽ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ക്ലാസ്സിൽ മൂഡ്സ് ആൻഡ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ ആണ് നമുക്ക് എടുക്കുന്നത്. അതിൽ നമുക്ക് എന്താണ് മൂഡ്സ് നോക്കാം. സിമ്പിൾ ആണ്, സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. മൂഡ്സ് എന്ന് പറഞ്ഞാൽ മൂഡ് ഓഫ് സിലോജിസം ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് വിച്ച് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ AEIO is compressed listed in standard form. അതായത് നമ്മൾ ഇപ്പൊ ആ എക്സാമ്പിളിലേക്ക് നോക്കൂ. രണ്ട് പ്രിമൈസും നോ സ്ക്വയർ ആർ റെക്ടാംഗിൾസ്, all rectangles are circle, some circles are not squares. വോയിസ് ഒക്കെ ക്ലിയർ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു എക്സാമ്പിൾ തന്നു കഴിഞ്ഞാല് നമ്മൾ ഇതിൽ രണ്ട് പ്രിമൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ്സ് തന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ രണ്ട് സെന്റൻസ് നമ്മൾ പ്രിമൈസ് എന്നും ലാസ്റ്റ് സെന്റൻസിന്റെ കൺക്ലൂഷൻ എന്ന് പറയും. ഇതിൽ ഓരോ പ്രിമൈസുകൾക്കും ഓരോ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ ഉണ്ട് അല്ലെ? ഒന്നാമത്തതിന് നോ സ്ക്വയർ ആർ റെക്ടാംഗിൾസ് എന്നുള്ളതിൽ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ ഏതാണ്? നോ എന്നുള്ളതാണ്. നോ എന്നുള്ളത് ഏത് സെന്റൻസ് ആണ്? AEIOയിൽ നോ എന്നുള്ളത് ഏത് സെന്റൻസ് ആണ്? ഏത് ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ അസൈൻ ചെയ്യുന്നത്? നോ. ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടെ. നോ എന്നുള്ള സെന്റൻസ് AEIOയിൽ ഏത് സെന്റൻസ് ആണ്? ഏത് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ ആണ്? ഇ. ഓക്കെ, ഇ ആണ്. അപ്പൊ ഇതിന്റെ മൂഡ്, ഈ ഒന്നാമത്തെ പ്രിമൈസിന്റെ മൂഡ് എന്ന് പറഞ്ഞാൽ ഇ ആണ്. അതാണ് നമ്മൾ അതായത് ആ ആർഗ്യുമെന്റിനെ, ഈ ഒരു സിലോജിസത്തെ നമ്മൾ ആ ഒരു കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ വെച്ചിട്ട് അതിന്റെ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ മാത്രം വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൂഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോ സ്ക്വയർ ആർ റെക്ടാംഗിൾസ് എന്നുള്ളത് നമ്മൾ ഇ ആണ്. ഇനി അടുത്ത പ്രിമൈസ് നോക്കൂ. ആൾ റെക്ടാംഗിൾസ് ആർ സർക്കിൾ. ഏത് സെന്റൻസ് ആണ് അത്? ഓൾ റെക്ടാംഗിൾസ് ആർ സർക്കിൾ എന്നുള്ളത് പെട്ടെന്ന് ഓക്കെ എ ആണ്. എ സെന്റൻസ് ആണ്. ഓൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നോ ഡൗട്ട് ഇറ്റ്സ് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ ഇസ് എ. ദെൻ കൺക്ലൂഷൻ നോക്കൂ. സം സർക്കിൾസ് ആർ നോട്ട് സ്ക്വയേഴ്സ്. ഏത് സെന്റൻസ് ആണ്? സം നോട്ടിന്റെ സെന്റൻസ് ആണ്. എന്ത് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം? സം നോട്ടിന്
നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ഓ അതെ കറക്റ്റ്. അപ്പോ കണ്ടോ അതിന് താഴെ കണ്ടോ മൂഡ് ഓഫ് ദിസ് പ്രപ്പോസിഷൻ ഈസ് ഇ എ ഒ. ഇങ്ങനെയാണ്, ഇതാണ് മൂഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ. അതായത് നമ്മൾ ഏതാണോ ആ ഓരോ പ്രിമൈസിലും കൺക്ലൂഷനും ഉള്ള പിന്നെ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ ഏതാണോ അത് ഇങ്ങനെ ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയാ മൂഡ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ കണ്ടോ ലിസ്റ്റഡ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം എന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളെ സിലോജിസത്തെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം. സിലോജിസം എന്ന് പറയുന്നത് ഈ രണ്ട് പ്രിമൈസും ഈ കൺക്ലൂഷൻ വരുന്ന ഈ ഒരു ആർഗ്യുമെന്റിനെയാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ സിലോജിസം എന്ന് പറയുന്നതൊക്കെ അതൊക്കെ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സിലോജിസം സ്റ്റാൻഡേർഡ് ഫോമിലാക്കിയിട്ട് വേണം നമ്മൾ മൂഡ് ആൻഡ് ഫിഗേഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട്. എന്താണ് സ്റ്റാൻഡേർഡ് ഫോം ആക്കുക എന്ന് പറഞ്ഞാല്? സ്റ്റാൻഡേർഡ് ഫോം ആക്കുക എന്ന് പറഞ്ഞാല് മേജർ പ്രിമൈസ് ഉണ്ടല്ലോ, മേജർ ടേം. മേജർ പ്രിമൈസ് എന്ന് പറഞ്ഞാൽ മേജർ ടേം ഉള്ള പ്രിമൈസ്. ഇതിൽ മേജർ പ്രിമൈസ് ഏതാണ്? നോ സ്ക്വയർ ആർ റെക്ടാങ്കിൾസ്, ഓൾ റെക്ടാങ്കിൾസ് ആർ സർക്കിൾ എന്നുള്ളതിൽ ഒന്നാമത്തെ പ്രിമൈസ് 1 ആണോ പ്രിമൈസ് 2 ആണോ മേജർ പ്രിമൈസ്? ഒന്ന് പറഞ്ഞേ പെട്ടെന്ന്. മേജർ പ്രിമൈസ് ഏതാണ്? 1 ആണോ 2 ആണോ? ഓക്കെ, 1 എന്ന് വന്നിട്ടുണ്ട്. മേജർ പ്രിമൈസ്, വിച്ച് ഈസ് ദ മേജർ പ്രിമൈസ് ഇൻ ദിസ് എക്സാമ്പിൾ? എന്താണ് മേജർ പ്രിമൈസ് എന്ന് പറഞ്ഞാല്? മേജർ ടേം ഏതാണ് ഇതില്? എന്തിനാണ് മേജർ ടേം എന്ന് പറയുന്നത്? പ്രെഡിക്കേറ്റ് ഓഫ് ദ കൺക്ലൂഷൻ ആണ്. എന്ത് പ്രെഡിക്കേറ്റ്? അതൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രെഡിക്കേറ്റ് ഓഫ് ദ കൺക്ലൂഷനെയാണ് നമ്മൾ എന്ത് പറയാ മേജർ ടേം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ മേജർ ടേം ഏതാണ്? സ്ക്വയേഴ്സ് എന്നുള്ള വേർഡാണ് മേജർ ടേം. ആര് ക്ലിയർ? അപ്പൊ ഈ സ്ക്വയർ എന്നുള്ള വേർഡ് ഏതിൽ ഉള്ള പ്രിമൈസിനെ നമ്മൾ മേജർ പ്രിമൈസ് എന്ന് പറയും. ക്ലിയർ? ഗൈസ്, ഇതാണ് സ്ക്വയേഴ്സ് എന്നുള്ളതാണ് ഇതിലെ മേജർ ടേം. അതായത് പ്രെഡിക്കേറ്റ് ഓഫ് ദ കൺക്ലൂഷൻ. എന്താണ് പ്രെഡിക്കേറ്റ്? സബ്ജക്റ്റ് അറിയില്ലേ? ആദ്യം വരുന്ന ഈ വാക്കിന് സബ്ജക്റ്റ് എന്നും രണ്ടാമത്തെ വാക്കിനെ പ്രെഡിക്കേറ്റ് എന്നും പറയും. കൺക്ലൂഷനിലെ പ്രെഡിക്കേറ്റ് ആണ് ഇവിടെ സ്ക്വയർ എന്നുള്ളത്. അത് ഏത് പ്രിമൈസിലാ വരിക നോക്കുക. രണ്ട് പ്രിമൈസിലും കൂടി ഒരുമിച്ച് വരൂല. രണ്ട് പ്രിമൈസിലും കൂടി ഒരുമിച്ച് വരുന്നതിന് നമ്മൾ മിഡിൽ ടേം എന്നാണ് പറയാ, അല്ലെ? അപ്പൊ ഈ സ്ക്വയർ എന്നുള്ളത് ഫസ്റ്റത്തെ പ്രിമൈസിൽ വരണം. അതായത് മേജർ പ്രിമൈസ്, മേജർ ടേം ഉള്ള പ്രിമൈസിനെ നമ്മൾ മേജർ പ്രിമൈസ് എന്ന് പറയും. ആ മേജർ പ്രിമൈസ് ഫസ്റ്റ് വരണം, ഫസ്റ്റ് ഇതാക്കണം, ഫസ്റ്റ് വരണം. രണ്ടാമത് മൈനർ പ്രിമൈസും വരണം. മൈനർ ടേം എന്ന് പറഞ്ഞാൽ സർക്കിൾ ആണ്. ഈ മൈനർ ടേം ഉള്ള പ്രിമൈസിനെ നമ്മൾ മൈനർ പ്രിമൈസ് എന്ന് പറയും. അപ്പോ ആദ്യം മേജർ പ്രിമൈസും രണ്ടാമത് മൈനർ പ്രിമൈസും വരുന്ന ഒരു സിലോജിസത്തെ അല്ലെങ്കിൽ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ ഫോമിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയാം. അങ്ങനെ ആക്കിയിട്ട് വേണം എന്ത് ചെയ്യാന്? നമ്മൾ മൂഡും അല്ലെങ്കിൽ ഫിഗേഴ്സ് കാണാൻ. അല്ലെങ്കിൽ തെറ്റിപ്പോട്ടോ. ഇപ്പൊ ഇതിൽ ഈ ഒരു സെന്റൻസ് നോക്കൂ. ഓൾ റെക്ടാങ്കിൾസ് ആർ സർക്കിൾ, നോ സ്ക്വയർ ആർ റെക്ടാങ്കിൾ. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ആൾ റെക്ടാങ്കിൾസ് ആർ സ്ക്വയർ എന്നുള്ളതാണ് ഫസ്റ്റത്തെ പ്രിമൈസ് ആക്കിയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇതിന്റെ മൂഡ് എങ്ങനെയാ വരിക? എ ഇ ഒ എന്നാണ് വരിക. അപ്പൊ തെറ്റിപ്പോയി. അപ്പൊ നമ്മൾ എപ്പോഴും സിലോജിസത്തെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? സ്റ്റാൻഡേർഡ് ഫോമിലാക്കാൻ ശ്രമിക്കുക. ക്ലിയർ ആണോ? സ്റ്റാൻഡേർഡ് ഫോമിലാണോ എന്ന് ആദ്യം നോക്കണം നമ്മൾ. എന്നിട്ട് മൂഡ് ആൻഡ് ഫിഗേഴ്സ് എഴുതിയണം. ഫിഗർ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. മൂഡ് ക്ലിയർ ആണോ? ഗൈസ്, ആർ യു ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. അതായത് നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് ഫോമിലാക്കുക. സ്റ്റാൻഡേർഡ് ഫോമിലാക്കുക എന്ന് പറഞ്ഞാൽ മേജർ ടേം ഉള്ള പ്രിമൈസിനെ ആദ്യം എഴുതുക, മൈനർ ടേം ഉള്ള പ്രിമൈസിനെ രണ്ടാമത് എഴുതുക. എന്നിട്ട് ഏത് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ ആണ് 3 സെന്റൻസിൽ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഓർഡറിൽ അങ്ങോട്ട് എഴുതുക. ആദ്യം ഇ എ ഒ വന്നത് എങ്ങനെയാണ് മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. ഈ ഒരു എക്സാമ്പിളിലൂടെ ഇത് ക്ലിയർ ആയിരിക്കും. ഇതിന്റെ ടൈപ്പ് ചെയ്തേ. ആദ്യം ഇങ്ങനെ മൂഡ് ആൻഡ് ഫിഗേഴ്സ് ചോദിക്കുമ്പോ ഫിഗർ എന്താന്ന് പറഞ്ഞുതരാം. മൂഡ് ചോദിക്കുമ്പോ നമ്മൾ ഫസ്റ്റ് ആക്കേണ്ടത് എന്താണ്? ഞാൻ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഫോമിലാണോ എന്ന് നോക്കണം. എന്നിട്ട് എഴുതാവൂ. ഓടിച്ചെന്ന് എഴുതരുത്, തെറ്റിപ്പോകും. ഇപ്പൊ നോക്കൂ. സം ബോയ്സ് ആർ അത്ലറ്റ്സ്, ആൾ അത്ലറ്റ്സ് ആർ ഹെൽത്തി, സം ബോയ്സ് ആർ ഹെൽത്തി. ശരിക്കും ശ്രദ്ധിച്ചു നോക്കുക, ദെൻ എഴുതുക. ഒന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്തേ. ഫസ്റ്റ് സെന്റൻസ് സം ആണ്, ദെൻ ഓൾ ആണ്,
ദെൻ അഗെയിൻ സം ആണ്. ഗൈസ് എന്താണ് മൂഡ് എഴുതാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? സം ആണെങ്കിൽ എന്ത് എഴുതണം? ഐ എഴുതണം. ഓൾ ആണെങ്കിൽ എ എഴുതണം. പിന്നെ സം നോട്ട് ആണെങ്കിൽ ഓ എഴുതണം. നോ സെന്റൻസ് ആണെങ്കിൽ ഇ എഴുതണം. അത്രേ ഉള്ളൂ. അത് ഇങ്ങോട്ട് ഓർഡറിൽ എഴുതി ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. എ ഒ ഒ. ഓക്കെ, നദീറ പറയുന്നുണ്ട് എ ഒ ഒ. കറക്റ്റ് ആയിട്ട് നോക്കണം നദീറ. ദിസ് ഇസ് നോട്ട് സം നോട്ട്. സം സെന്റൻസ് ഈസ് ദർ. എ ഐ ഐ ബസ്സിൽ എ ഐ ഐ എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ ഒരാളും കൂടെ ഒന്ന് പറഞ്ഞേ പെട്ടെന്ന്. അനീസ് എ ഐ ഐ. നോക്കാം നമുക്ക്. ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഫൈൻ മൂഡ് ഓഫ് ദ സിലോജിസം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് എഴുതരുത്. ആദ്യം നമ്മൾ നോക്കണം നമ്മുടെ സിലോജിസം സ്റ്റാൻഡേർഡ് ഫോമിലാണോ നോക്കണം. സ്റ്റാൻഡേർഡ് ഫോമിലാണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? കൺക്ലൂഷനിലെ എന്താണ് പ്രെഡിക്കേറ്റ് ടേം ഫസ്റ്റ് പ്രിമൈസിലാണോ വന്നിട്ടുള്ളത് നോക്കണം. ആണോ? ഇതിലെ പ്രിമൈസ് കൺക്ലൂഷനിലെ പ്രെഡിക്കേറ്റ് ടേം ഏതാണ്? ഹെൽത്തി എന്നുള്ളതാണ്. ഇത് ഫസ്റ്റ് പ്രിമൈസിൽ വന്നിട്ടുണ്ടോ? അതായത് ഇതാണ് ഇവിടുത്തെ മേജർ പ്രിമൈസ്. ആൾ അത്ലറ്റ്സ് ആർ ഹെൽത്തി. അതായത് മേജർ ടേം ഉള്ള പ്രിമൈസിനെ നമ്മൾ മേജർ പ്രിമൈസ് എന്ന് പറഞ്ഞിട്ട് പറയാം. ആ മേജർ പ്രിമൈസ് ആണ് എന്ത് ചെയ്യേണ്ടത്? ആദ്യത്തിൽ വരേണ്ടത്. അങ്ങനെയാണോ ഈ ഒരു സിലോജിസം വന്നിട്ടുള്ളത്? അപ്പൊ നമ്മൾ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ഓൾ അത്ലറ്റ്സ് ആർ ഹെൽത്തി എന്നാണ് ഫസ്റ്റ് വരേണ്ടത്. ദെൻ സെക്കൻഡ് സം ബോയ്സ് ആർ അത്ലറ്റ്സ് എന്നുള്ള ഈ ഒരു സെന്റൻസ് എഴുതണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ മേക്ക് ഇറ്റ് സ്റ്റാൻഡേർഡ് ഫോം എഴുതുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓൾ അത്ലറ്റ്സ് ആർ ഹെൽത്തി എന്ന് എഴുതും. സം ബോയ്സ് ആർ അത്ലറ്റ്സ്, സം ബോയ്സ് ആർ ഹെൽത്തി. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുക. അതായത് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കുക. അപ്പൊ നോക്കൂ, ആദ്യത്തെ സെന്റൻസ് സ്റ്റാൻഡേർഡ് ഫോമിലാക്കാൻ മനസ്സിലായില്ലേ? ആദ്യം ഹെൽത്തി എന്നുള്ളതിനെ എന്ത് ചെയ്യണം? ആദ്യത്തെ സെന്റൻസിലേക്ക് കൊണ്ട്. ഹെൽത്തി എന്താണ്? ഇവിടുത്തെ കൺക്ലൂഷനിലെ പ്രെഡിക്കേറ്റ് ടേം ആണ്. അതിനെ പ്രെഡിക്കേറ്റ് അതാണ് മേജർ ടേം. മേജർ ടേം ഉള്ള പ്രിമൈസിനെ ആദ്യം എഴുതണം. ഓക്കെ, അപ്പൊ ഇതിന്റെ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ ഏതാണ്? ഓൾ എന്നുള്ളതിന്റെ. ഇത് ഓൾ നിന്ന് വായിക്കരുത് കേട്ടോ. എ ഐ ഐ എന്നാണ് കേട്ടോ. ഇതിന്റെ കൂടെ എന്താ ഓൾ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എ ഐ ഐ എന്നാണ്. അപ്പൊ ഓൾ എന്നുള്ളതിന് നമ്മൾ എ കൊടുത്തു. സം എന്നുള്ള ഇത് സം സെന്റൻസ് ആണ് അല്ലെ? സം പ്രൊപ്പോസിഷൻ ആണ്. അപ്പൊ അതിന് ഐ എന്ന് കൊടുത്തു. ദെൻ അഗെയിൻ കൺക്ലൂഷൻ ഏതാണ്? ഐ ആണ്. അതുകൊണ്ടാണ് എ ഐ ഐ എന്ന് വന്നത്. ഓക്കെ, നദീറാക്ക് മനസ്സിലായോ? അത് പെട്ടെന്ന് മാറി. സമ്മിനെ സംനോട്ടാണ് എന്ന് തെറ്റിദ്ധരിച്ചതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്നാലും എ ആദ്യം എഴുതിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കിയത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതൊന്ന് എഴുതിയേ. All plastic are harmful. All covers are plastic. So all covers are harmful. ഇത് ഓൾറെഡി സ്റ്റാൻഡേർഡ് ഫോമിലാണോ അല്ലയോ? Yes or no? ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാണോ അല്ലയോ? ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാണോ അല്ലയോ? സ്റ്റാൻഡേർഡ് ആണ്. യെസ്. എന്തുകൊണ്ടാണ്? ഹാംഫുൾ എന്നാണ് ഇതിന്റെ മേജർ ടേം. അത് ഫസ്റ്റ് പ്രിമൈസിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലൊന്നും നോക്കാല്ല. ഇതിന്റെ മൂഡ് എന്തായിരിക്കും? എ എ എ. 3 എ ആയിരിക്കും. കാരണം എന്താണ്? ഓളിന് എ. മൂന്ന് സെന്റൻസും എന്താണ്? 3 കാറ്റഗറി പ്രൊപ്പോസിഷനും ഓൾ എന്നാണ്. അപ്പൊ നമ്മള് എ എ എ. അപ്പൊ എല്ലാവരും എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് സിമ്പിൾ ആണ് മൂഡ് ഓഫ് ദ പിന്നെ സിലോജിസം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അത് നിങ്ങൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാൻ മറക്കരുത്. അത് മാത്രമല്ല അവിടെ ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, നമുക്ക് എന്താണ് ഫിഗേഴ്സ് നോക്കാം. Figures in logical reasoning, the classification of syllogism according to the arrangement of middle term. ഇപ്പൊ നമ്മൾ മൂഡിൽ നമ്മൾ എന്താണ് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ഒക്കെ വരുന്നതിനനുസരിച്ച് നമുക്ക് പറയും. ഇനി ഫിഗർ എന്ന് പറഞ്ഞാല് മിഡിൽ ടേമിന്റെ അറേഞ്ച്മെന്റ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാ? ഫിഗർ ഒരു സിലോജിസത്തിന്റെ അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റിന്റെ ഫിഗർ ഏതാണ് എന്ന് കണ്ടെത്താം. നോക്കൂ, ഫസ്റ്റ് ഫിഗർ. അങ്ങനെ 4 ഫിഗേഴ്സ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെ? ഇങ്ങനെ നോക്കൂ. ഫസ്റ്റ് ഫിഗർ എന്ന് പറഞ്ഞാല് മിഡിൽ ടേം ആണ് കേട്ടോ. ഇതിൽ നമ്മൾ എന്താണ് മേജർ ടേമോ മൈനർ ടേമോ ഒന്നും നോക്കില്ല. മിഡിൽ ടേം. മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പ്രിമൈസുകളിലും കോമൺ ആയിട്ടുള്ള ഒരു വേർഡ് ഉണ്ടാവില്ലേ? ഈ ആൾ പ്ലാസ്റ്റിക് ആർ ഹാംഫുൾ, ആൾ കവേഴ്സ് ആർ പ്ലാസ്റ്റിക്. ഇതിലെ മിഡിൽ ടേം ഏതാണ്? ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തേ. ഇതിലെ മിഡിൽ ടേം ഏതാണ്? മിഡിൽ ടേം എന്ന് പറഞ്ഞാല് 2 പ്രിമൈസുകളിലും കോമൺ ആയിട്ടുള്ള വേർഡിനാണ് നമ്മൾ മിഡിൽ ടേം എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താ? അത് കൺക്ലൂഷനിൽ ആ മിഡിൽ ടേം ഉണ്ടായിരിക്കില്ല.
കൺക്ലൂഷനിൽ ഇല്ലാതെ രണ്ട് പ്രിമൈസുകളിലും കോമൺ ആയിട്ടുള്ള ടേമിനെയാണ് നമ്മൾ മിഡിൽ ടേം എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാസ്റ്റിക് എന്നുള്ളതാണ് ഇതിലെ മിഡിൽ ടേം. ഈ മിഡിൽ ടേമിന്റെ അറേഞ്ച്മെന്റ് നോക്കിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഫിഗർ ആണോ, സെക്കൻഡ് ഫിഗർ ആണോ, തേർഡ് ഫിഗർ ആണോ, ഫോർത്ത് ഫിഗർ ആണോ എന്ന് നോക്കുന്നത്. നോക്കിക്കോളൂ, ഫസ്റ്റ് ഫിഗർ എന്ന് പറഞ്ഞാല് മിഡിൽ ടേം ഒന്നാമത്തെ പ്രിമൈസിൽ സബ്ജക്റ്റ് ആയിട്ടും രണ്ടാമത്തെ പ്രിമൈസിൽ പ്രെഡിക്കേറ്റ് ആയിട്ടും വന്നു എന്ന് വിചാരിക്കാം. അതായത് മിഡിൽ ടേം ആദ്യത്തെ പ്രിമൈസിൽ സബ്ജക്റ്റ് ആയിട്ട് വരും, രണ്ടാമത്തെ പ്രിമൈസിൽ പ്രെഡിക്കേറ്റ് ആയിട്ട് വരും. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഇങ്ങനെ ഒരു എന്താണ് ലൈൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കാനാണ് കേട്ടോ ഈ ഒരു എന്താണ് ലൈൻ ഇങ്ങനെ വരച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു റിലേഷൻ ആണ് മിഡിൽ ടേം തമ്മിലുള്ളത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫിഗർ, അതിനാണ് നമ്മൾ ഫസ്റ്റ് ഫിഗർ ആയത്. അതായത് ഒന്നാമത്തെ സെന്റൻസിൽ മിഡിൽ ടേം ഫസ്റ്റ് വന്നിട്ടുണ്ടാവും, അതായത് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ കഴിഞ്ഞ് ഉടനെ വന്നിട്ടുണ്ടാവും, സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. രണ്ടാമത്തെ പ്രിമൈസിൽ പ്രെഡിക്കേറ്റ് ആയിട്ടും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫസ്റ്റ് ഫിഗർ എന്ന് പറയും. ഇനി നോക്കൂ, സെക്കൻഡ് ഫിഗർ എന്ന് പറഞ്ഞാല് രണ്ടിലും മിഡിൽ ടേം പ്രെഡിക്കേറ്റ് ആയിട്ട് വന്നാല് അതിന് സെക്കൻഡ് ഫിഗർ എന്ന് പറയും. കണ്ടോ, സെക്കൻഡ് ഫിഗർ ഇതില് രണ്ടിലും എന്താണ്, ഇവിടെ ഫസ്റ്റ് പ്രിമൈസിൽ ഇവിടെ വന്നിട്ടുണ്ടാവും, പ്രെഡിക്കേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ദെൻ രണ്ടാമത്തെ പ്രിമൈസിൽ എന്ത് വന്നിട്ടുണ്ടാവും, പ്രെഡിക്കേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ ആണോ? ഈ തേർഡ് ഫിഗർ എന്ന് പറഞ്ഞാല് രണ്ടിലും സബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത് എങ്കിൽ, രണ്ടിലും സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഉണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ തേർഡ് ഫിഗർ ആയിരിക്കും. ഇനി ഒന്നാമത്തെ പ്രിമൈസിൽ പ്രെഡിക്കേറ്റ് ആയിട്ടും രണ്ടാമത്തെ പ്രിമൈസിൽ സബ്ജക്റ്റ് ആയിട്ടും ഒന്ന് എഴുതിക്കോളും. ഒന്നാമത്തെ പ്രിമൈസിൽ പ്രെഡിക്കേറ്റ് ആയിട്ടും രണ്ടാമത്തെ പ്രിമൈസിൽ സബ്ജക്റ്റ് ആയിട്ടുമാണ് വന്നത് എങ്കിൽ, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ഫിഗർ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇതിങ്ങനെ ഒരു റെപ്രസെന്റ് ചെയ്യലുണ്ട്. ഒരു കോളർ, നമ്മുടെ ഷർട്ടിന്റെ ഒക്കെ കോളർ ഉണ്ടല്ലോ, അതിങ്ങനെ ഒരു ഫോം അല്ലേ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ, അങ്ങനെയൊക്കെ ഒരു ഫോമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കുക. ഫസ്റ്റ് ഫിഗർ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് സബ്ജക്ട്, പിന്നെ രണ്ടാമത്തിൽ പ്രെഡിക്കേറ്റ്. ദെൻ സെക്കൻഡ് ഫിഗർ എന്ന് പറഞ്ഞാല് രണ്ടിലും പ്രെഡിക്കേറ്റ്. തേർഡ് ഫിഗർ എന്ന് പറഞ്ഞാല് രണ്ടിലും സബ്ജക്റ്റ്. ഇവിടെ ചെറിയൊരു ഈ ഒരു പിക്ചറിൽ ഒരു ഇതുണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും ഇവിടെയും എന്താ പ്രെഡിക്കേറ്റ്, ഈ എസ് ഉണ്ടല്ലോ, ഇവിടെ പ്രെഡിക്കേറ്റ് എന്നാ എഴുതേണ്ടത്. ഈ പി ഉണ്ടല്ലോ, ഇവിടെ സബ്ജക്റ്റ് ഒന്നുമാണ് എഴുതേണ്ടത്. അതൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ അതായത് ഫസ്റ്റത്തേല് സബ്ജക്റ്റ്, രണ്ടാമത്തേല് പ്രെഡിക്കേറ്റ് ആണെങ്കിൽ ഫസ്റ്റ് ഫിഗർ, രണ്ടിലും എന്താണ് പ്രെഡിക്കേറ്റ് ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഫിഗർ, രണ്ടിലും സബ്ജക്റ്റ് ആണെങ്കിൽ തേർഡ് ഫിഗർ. ഇനി ഒന്നാമത്തേതിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും രണ്ടാമത്തേതിൽ സബ്ജക്റ്റും ആണെന്നുണ്ടെങ്കിൽ ഫോർത്ത് ഫിഗർ. ഞാൻ PPT പറയുമ്പോൾ ഈ ഒരു ഫിഗർ ഒന്ന് കറക്റ്റ് ചെയ്തുതരാം. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ ഈ മിഡിൽ ടേമിന്റെ ഈ ഒരു ഇത് മാത്രം ശ്രദ്ധിച്ചിട്ട് ആഡ് ചെയ്ത ഒരു പിക്ചറാണ്. ഇതിലിവിടെ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യത. കാര്യം മനസ്സിലായിട്ടില്ല. ഇനി ഞാൻ ഒരു എക്സാമ്പിൾ നോക്കുക, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. സം എം ആർ നോട്ട് പി, സം എം ആർ നോട്ട് എൽ, സോ നോ SRP. ഇങ്ങനെ ഒരു എക്സാമ്പിൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇതിന്റെ ഒരു മൂഡ് എന്ന് പറഞ്ഞേ, ഈ ഒരു സെന്റൻസിന്റെ മൂഡ് എന്ന് പറഞ്ഞേ. ഈ എക്സാമ്പിളിന്റെ സം എം ആർ നോട്ട് പി, സം എം ആർ നോട്ട് എസ്, സോ നോ SRP. ഇതിന്റെ മൂഡ് എന്ന് പറഞ്ഞേ ഏത് വരും? അത് സ്റ്റാൻഡേർഡ് ഫോമിലാണോ നോക്കുക. ദെൻ ഓക്കെ, അനീസ് പറഞ്ഞിട്ടുണ്ട് OOE അല്ലേ? OOE എന്തുകൊണ്ടാണ്? രണ്ട് സെന്റൻസും സം നോട്ടിൽ, ആദ്യം സ്റ്റാൻഡേർഡ് ഫോമിലാണ്, പി ആണ് ഇവിടുത്തെ പ്രെഡിക്കേറ്റ്, അത് ഫസ്റ്റ് പ്രിമൈസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കാല്ല, ഏതാണ് സം നോട്ടിന്? O ആണ്. എഗെയിൻ സം നോട്ട് സെന്റൻസ് ആണ്, O ആണ്. നോ സെന്റൻസ് E ആണ്. അപ്പൊ OOE എന്നാണ് ഇതിന്റെ മൂഡ്. ഇനി ഫിഗർ, ഇതിന്റെ ഫിഗർ എത്രയാണ്? 3 ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ നോക്കുക? ഇതിലെ മിഡിൽ ടേം നോക്കൂ, ഇതിൽ എം ആണ് മിഡിൽ ടേം. രണ്ട് പിന്നെ പ്രിമൈസുകളിലും ഉള്ള എന്നാൽ കൺക്ലൂഷനിൽ ഇല്ലാത്ത ടേം ഏതാണ്? എം ആണ് ഇതില്. ഇത് രണ്ട് പിന്നെ എമ്മും എവിടെയാ വന്നിട്ടുള്ളത്? സബ്ജക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലെ? രണ്ട് പ്രിമൈസിനും സബ്ജക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. രണ്ട് പ്രിമൈസിനും സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഫിഗർ ഏതാണ്?
തേർഡ് ഫിഗർ ആണ് അല്ലേ? അല്ലേ ഗൈസ്? അപ്പൊ നോക്കൂ, ഇതിലൊന്ന് നോക്കൂ. ഇതിന്റെ ഒരു ഫിഗർ പറഞ്ഞേ ഇതിന്റെ ഒരു ഫിഗർ പറഞ്ഞേ. ഫസ്റ്റ് ഫിഗർ. ഓക്കെ, ദെൻ ഫസ്റ്റ്. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല. നമ്മൾ പറഞ്ഞു ഇതിലെ മിഡിൽ ടേം എന്നുള്ളത് പ്ലാസ്റ്റിക് ആണ്. ഫസ്റ്റ് സബ്ജക്റ്റ് ആയിട്ടും രണ്ട് അതിൽ പ്രെഡിക്കേറ്റ് ആയിട്ട് വന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ലൈനാണ് വന്നത് അല്ലെ? ചെരിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഒരു ലൈനാണ് വന്നത്. അതായത് പിന്നെ അങ്ങനെ ആ ലൈനൊന്നും ഓർത്തിരുന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാല് ഏതാണ്? ഫസ്റ്റ് ഫിഗർ ആണ്. അപ്പൊ നമ്മൾ മൂഡ് ഫിഗർ ഒരുമിച്ച് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാ ഗൈസ്. അതായത് മൂഡ് എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്ത് ആ നമ്പർ ഇടുന്നതിനാട്ടോ അത് ആ ഒരു സ്ലൈഡ് ഞാൻ ആഡ് ചെയ്യാൻ ശ്രദ്ധ വിട്ടുപോയതാണ്. അങ്ങനെയാണ് എഴുതുക. അതായത് നമ്മൾ ഇപ്പൊ ഇവിടെ മൂഡ് എഴുതിയില്ലേ, ഈ എന്ന് എഴുതി. അതിന്റെ അപ്പുറത്ത് ഇതിന്റെ ഒരു പിന്നെ ഒരു മിനിറ്റ്, ഇതിന്റെ ഒന്ന് പറഞ്ഞേ. ഇതിന്റെ മൂഡ് ഫിഗർ ചേർത്ത് പറഞ്ഞേ. അതായത് മൂഡ് എഴുതി കഴിഞ്ഞാൽ അപ്പുറത്തന്നെ ആ സ്പേസ് ഒന്നും വിടാതെ ഒരു അതിന്റെ നമ്പർ എഴുതുക. അങ്ങനെയാണ് മൂഡ് ആൻഡ് ഫിഗർ ഒരുമിച്ച് റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. ഇതിന്റെ മൂഡ് ആൻഡ് ഫിഗർ എഴുതിയേ. എഴുതിയിട്ടുണ്ട് AI4. അതെ, ഇത് നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കും. അപ്പൊ ഇങ്ങനെയാണ് വരിക. എന്നിട്ട് ഇതിന്റെ ഫിഗർ എത്രയാ നോക്കുക. ഫിഗർ നോക്കൂ. ഇതിൽ ഏതാണ് മിഡിൽ ടേം? അത്ലറ്റ്സ് എന്നുള്ളതാണ്. കണ്ടോ, രണ്ട് ടേമിലും രണ്ട് ഇതിലും വന്നിട്ടുണ്ട് അത്ലറ്റ്സ്. ഇതാണ് ഇതിൽ. എന്നാൽ കൺക്ലൂഷനിൽ ഉണ്ടോ അത്ലറ്റ്സിന്റെ വീട്? ഇല്ല. അത് രണ്ടും ഇതാണ് ഇതിലെ മിഡിൽ ടേം. ഈ മിഡിൽ ടേം ആദ്യത്തതിൽ സബ്ജക്റ്റ് ആയിട്ടും രണ്ടാമത്തതിൽ പ്രെഡിക്കേറ്റ് ആയിട്ടും വരുമ്പോ ഏത് ഫിഗർ ആണ് നോക്കൂ. ആദ്യത്തതിൽ എവിടെയാ? ഓക്കെ, 4 ആണോ? ഇതല്ലേ ഞാൻ ആദ്യം ചോദിച്ചത്? ഓക്കെ, ഇതാണ് ഗൈസ്. അത് സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കിയിട്ട് പറയൂ. 4 ആണോ? ഫിഗർ 1 ആണേ. നിങ്ങൾ സ്റ്റാൻഡേർഡ് ഫോം ആക്കാതെ നോക്കരുത് കേട്ടോ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫോർത്ത് ഫിഗർ ആണ്. കണ്ടോ, സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കിയിട്ട് നോക്കണം കേട്ടോ. ഫസ്റ്റ് ഫിഗർ ആണിത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കിയിട്ട് നോക്കണം, എന്നിട്ടേ പറ്റുള്ളൂ. അല്ലെങ്കിൽ തെറ്റിപ്പോവും. മൂഡും ഫിഗറും സ്റ്റാൻഡേർഡ് ഫോം ആക്കിയില്ല എന്നുണ്ടെങ്കിൽ തെറ്റിപ്പോവും. ഇവിടെ നോക്കൂ, അത്ലറ്റ്സ് എന്നുള്ളത് ആദ്യത്തതിൽ സബ്ജക്റ്റും രണ്ടാമത്തതിൽ പ്രെഡിക്കേറ്റും ആയിട്ടാണ് വന്നത്. അപ്പോ AI1 ആണ് കേട്ടോ. ഓക്കെ, ഇനി ഇതൊന്ന് പറഞ്ഞേ. ഇതിന്റെ ഫിഗർ ഒന്ന് പറഞ്ഞേ. മൂഡും ഫിഗർ ചേർത്ത് പറഞ്ഞോളൂ. മൂഡ് ഇതിൽ ആൾറെഡി ഉണ്ട്. ഫിഗർ ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോമിലാണോ നോക്കുക? അല്ലെ? ആണ്. കാരണം ഇതിലെ പ്രെഡിക്കേറ്റ് ഫസ്റ്റ് പ്രിമൈസിൽ വന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് ഫോം ആണ്, കുഴപ്പമൊന്നുമില്ല. ദെൻ മൂഡ് എഴുതുക. മൂഡ് ഇവിടെ ഉണ്ട്. EAO. എന്തുകൊണ്ടാണ്? നോ സെന്റൻസിന്റെ എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. ആളിനെ നമ്മൾ A ആണ്, പിന്നെ സം നോട്ടിനെ O ആണ്. EAO ഏതാണ് ഫിഗർ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, 4 ആണ് അല്ലെ? ഇതിലെ റെക്ടാംഗിൾസ് എന്നുള്ളതാണ് എന്ത്? മിഡിൽ ടേം. ഫസ്റ്റ് പ്രിമൈസിന്റെ പ്രെഡിക്കേറ്റ് ആയിട്ടും രണ്ടാമത്തെ പ്രിമൈസിന്റെ സബ്ജക്റ്റ് ആയിട്ടും വന്നു കഴിഞ്ഞാൽ എത്രാമത്തെ ഫിഗർ ആണ്? 4 ആണ്. കണ്ടോ? ആദ്യത്തെ ഫസ്റ്റ് പ്രിമൈസിന്റെ സബ്ജക്ട് പ്രെഡിക്കേറ്റ് ആയിട്ട് രണ്ടാമത്തെ പ്രിമൈസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഫോർത്ത് ഫിഗർ ആണ്. ഇനി കൺഫ്യൂഷൻ ഉണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഗൈസ്? ക്ലിയർ. ഓക്കെ, ഇനി നമ്മള് വേറൊരു ഇതിന്റെയൊക്കെ PYQ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടേംസ് എന്നുള്ളൊരു
ഇതാണ്. എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടേംസ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഫാലസികൾ അറിയണമെന്നുണ്ടെങ്കിൽ, ഫോർമൽ ഫാലസീസ് അറിയണം എന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടേംസ് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റൂല. ഇത് ഡയറക്റ്റ് ആയിട്ട് എന്താണ് ഡിസ്ട്രിബ്യൂട്ടർ, എന്താണ് അൺഡിസ്ട്രിബ്യൂട്ടർ എന്ന് ചോദിച്ചിട്ട് വരില്ല. അതിന്റെ ഡെഫിനിഷനോ കാര്യങ്ങളോ ഒന്നും വരില്ല. പക്ഷെ ഫോർമൽ ഫാലസികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇല്ലിസിറ്റ് മേജർ, ഇല്ലിസിറ്റ് മൈനർ, അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ, പിന്നെ എന്താണ് എക്സ്ക്ലൂസീവ് ഫാലസി, എക്സിസ്റ്റൻഷ്യൽ ഫാലസി, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ഫോർമൽ ഫാലസികളാണ്. ആ ഫാലസികളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടേംസ് എന്നുള്ളത് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടേം എന്ന് പറഞ്ഞാൽ? ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടേം റെഫേഴ്സ് ടു ആൻ എൻറ്റയർ സെറ്റ് ഓർ ക്ലാസ് ബീങ് റെഫേർഡ് ടു ഓർ നോട്ട്. അതായത് ഒരു ടേമിന്റെ സബ്ജക്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്ന് പറഞ്ഞാൽ ആ ടേമിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളിക്കാൻ പറ്റണം. അതായത് എൻറ്റയർ സെറ്റ് ഓർ ക്ലാസ് ബീങ് റെഫേർഡ്. അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഓൾ ഡോഗ്സ് ആർ മമ്മൽ എന്നുള്ളതാണ്. അതിന്റെ സബ്ജക്റ്റ് ഓൾ ഡോഗ്സ് എന്നാണ് പറഞ്ഞത്. അതിന്റെ സബ്ജക്റ്റ് എന്താണ്? ആ ഒരു എന്താണ് പ്രിമൈസിന്റെ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. എന്തുകൊണ്ടാണ്? ഓൾ ഡോഗ്സ്, എല്ലാ ഡോഗിനെയും നമ്മൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ടേമുകളെയാണ് നമ്മൾ എന്താ പറയാ ഡിസ്ട്രിബ്യൂട്ടഡ് ടേം എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ നോ ഡോഗ്സ് ആർ നോ ഡോഗ്സ് ആർ മമ്മൽസ് എന്ന് പറഞ്ഞു. അപ്പോഴും നോ ഡോഗ്സ് ആർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഡോഗ്സ് മമ്മൽസ് ആയിട്ടില്ല എന്ന് പറഞ്ഞാലും എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയും എന്താണ് നോ ഡോഗ്സ് എന്നുള്ള ആ ഡോഗ്സ് എന്നുള്ള ടേം എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതായത് എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, സം ഡോഗ്സ് ആർ മമ്മൽസ് എന്ന് പറയാണ്. നമ്മൾ സം ഡോഗ്സ്, അവിടെ സം ഡോഗ്സ് എന്നാണ്, അത് കുറച്ച് ഡോഗ്സിനെ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ ഡോഗ്സിനെയും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ അവിടെ? ഇല്ല. അതുകൊണ്ട് അവിടെ ആ ഡോഗ്സ് എന്നുള്ള ടേം എന്താണ്? അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. മനസ്സിലായോ? എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ? അതായത് എന്റെ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ പ്രെഡിക്കേറ്റ് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ആൾ ഡോഗ്സ് ആർ മമ്മൽസ് എന്ന് പറയുമ്പോൾ ആൾ ഡോഗ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു സബ്ജക്റ്റിനെ ഡോഗ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഡോഗ്സിനും, ലോകത്തിലുള്ള എല്ലാ ഡോഗ്സിനാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് പറയാം. ഇനി സം ഡോഗ്സ് ആർ മമ്മൽസ് എന്ന് നമ്മൾ പറയാണ്. അപ്പൊ അവിടെ കുറച്ച് ഡോഗ്സിനെ പറഞ്ഞിട്ടുള്ളൂ, അല്ലെ? കുറച്ച് ഡോഗ്സിനെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് എന്തല്ല, അത് എന്റെ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യാത്തത് കൊണ്ട് അത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടേംസ് എന്നുള്ളതിന്റെ കോൺസെപ്റ്റ്. ക്ലിയർ ആണോ? A term is said to be undistributed when the reference is to a part of the denotation of the term. അത് കുറച്ച് കാര്യത്തെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ക്ലിയർ ആണോ ഗൈസ്? ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടേംസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ഇനി എക്സാമിന് വരുമ്പോ നിങ്ങൾ ഒരു സെന്റൻസ് തരികയാണ്, സം ഡോഗ്സ് ആർ നോട്ട് മമ്മൽസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ആലോചിച്ചുണ്ടാക്കണം. എന്ത് ഇതിലെ സബ്ജക്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ, എന്താണ് പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? അപ്പൊ അതിനൊന്നുള്ള ടൈം നമുക്ക് എന്തുണ്ടാവില്ല. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പറഞ്ഞാല് എത്ര മിനിമം ടൈമിനുള്ളിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാന്നുള്ളതും കൂടി നമ്മൾ ആ ഒരു സ്കില്ലും കൂടി നമ്മൾ വാല്യുവേറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇതെല്ലാം കൂടി നമുക്ക് ആലോചിച്ചുണ്ടാക്കിയിട്ട് ആ ഒരു സമയത്ത് അതിനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ടേബിൾ പഠിച്ചെടുക്കാം. അതായത് എ സെന്റൻസിന്റെ സബ്ജക്ട് ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പ്രെഡിക്കേറ്റ് ടേം അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. എന്താണ് ആ കോൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അത് തിരിച്ചു മറിച്ചൊക്കെ നിങ്ങൾ ആ ഒരു സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് കിട്ടും. അപ്പൊ നമ്മൾ ഓരോന്നിലും ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുന്നതിനേക്കാൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്താണ്, എനിക്ക് ഈ ഒരു ടേബിൾ പഠിച്ചു വെച്ചാൽ എന്താണ്, ഈ ഒരു ടേബിൾ നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. എ സെന്റൻസിന്റെ, അതായത് ഓൾ ഡോഗ്സ് ആർ മമ്മൽസ്, അതാണ് നമ്മൾ എ സെന്റൻസ്. പോസിറ്റീവ് എന്ന് പറയുന്നത് അഫർമേറ്റീവ് ആണ് എന്നുള്ള അറിയിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഓൾ സെന്റൻസ് എ സെന്റൻസിന്റെ സബ്ജക്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ളതിനാണ് കേട്ടോ യു, ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ളതിന്റെ ഡി. നോക്കൂ, ഇനി ഈ സെന്റൻസിന്റെ, അതായത് നോ വെച്ചിട്ടുള്ള നോ ഡോഗ്സ് ആർ മമ്മൽസ് എന്നുള്ളതിന്റെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇനി ഐ സെന്റൻസ് സം ഡോഗ്സ് ആർ മമ്മൽസ്, ഐ സം വെച്ചിട്ടുള്ള സെന്റൻസിന്റെ രണ്ടും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് ടേമും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ക്ലിയർ ആണോ? സബ്ജക്റ്റും
പ്രെഡിക്കേറ്റും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇനി ഓ സെന്റൻസിന്റെ സം നോട്ട് സെന്റൻസിന്റെ സം ഡോഗ്സ് ആർ നോട്ട് മമ്മൽസ് ഇങ്ങനെ വരുന്ന സെന്റൻസിലെ സബ്ജക്ട് ടേം അൺഡിസ്ട്രിബ്യൂട്ടഡും പ്രെഡിക്കേറ്റ് ടേം ഡിസ്ട്രിബ്യൂട്ടഡും ആണ്. ക്ലിയർ ആണോ ഗൈസ്? ഈ ഒരു ടേബിൾ നമ്മളെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയാ, ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ വരച്ച് പഠിച്ചാല് നമുക്ക് ആദ്യം ഈ ഒരു സെന്റൻസിന്റെ ഓർഡർ നമുക്ക് എപ്പോഴും അറിയാലോ, എ ഇ ഐ ഒ എന്നാണ്. അപ്പൊ ഇവിടെ 2, ഇവിടെ താഴത്തേക്ക് ഇങ്ങനെ ഒരു ലൈൻ എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ദെൻ അഗൈൻ ഇവിടുന്ന് സോറി ഓക്കെ. അപ്പോ ഓ സെന്റൻസിനെ ഇവിടെ ഇത് രണ്ടും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇവിടെ വരുന്നത്, ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് വരുന്നുണ്ട്. ഇവിടുത്തെ 3 ഡിസ്ട്രിബ്യൂട്ടഡ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ്. അത് നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഒരു ട്രിക്കിനനുസരിച്ച് ഇത് മറക്കരുത്. ഈ ഒരു ടേബിൾ നിങ്ങൾ എന്താണ് നിങ്ങളെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ഇതിലൊന്നുമില്ല, ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടേം എന്നുള്ളതിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ഒരു ടേബിൾ പഠിച്ചിരിക്കുക. ഇതിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല ഇതിന്ന് വരിക. ഇത് നമ്മൾ ഫാലസി പഠിക്കുമ്പോൾ എന്താണ് ഫാലസിയുടെ എന്താണ് ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനിലാണ് ഇത് നമുക്ക് ഉപകാരപ്പെടുക. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ ഗസ്? ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അത് നമുക്ക് എക്സാമിന്റെ ആ ഒരു അതായത് ഈ പറയുന്ന പോലെ സം ഡോഗ്സ് ആർ മമ്മൽസ് ഇങ്ങനത്തെ ചെറിയ എക്സാമ്പിൾസ് ഒന്നും അറിയിക്കില്ല. ചിലപ്പോ വലിയ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആകുന്ന പ്രിമൈസുകളൊക്കെ തന്നിട്ട് വരും. അപ്പൊ നമ്മൾ ഒന്ന് ഡിസ്ട്രിബ്യൂട്ടഡോ മറ്റേത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ ഒക്കെ തിരിച്ചു മറിച്ചൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കാണ്. അതായത് ഓൾ സബ്ജക്റ്റിന്റെ ഓ എ പ്രിമൈസ് വരുന്നതിന് സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്, പിന്നെ പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ്. ഈയിടെ അതായത് നോ സെന്റൻസിന്റെ രണ്ടും ഡിസ്ട്രിബ്യൂട്ടഡ്, ഐ സെന്റൻസിന്റെ രണ്ടും അൺഡിസ്ട്രിബ്യൂട്ടഡ്, സമ്മിന് സബ്ജക്റ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ്, പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ ഗൈസ്? ക്ലിയർ ആണോ? എന്താ ആരും ഒന്നും പറയാത്തെ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. ഗൈസ് ഓക്കെ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഫാലസിസിലേക്ക് എടുക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നമുക്ക് ലോജിക്കൽ റീസണിങ്ങിന് പ്രതീക്ഷിക്കാം. 2 ക്വസ്റ്റ്യൻസ് തന്നെ പ്രതീക്ഷിക്കാം. ഒന്ന് ഫോർമൽ ഫാലസി എന്നോ ഒന്ന് ഇൻഫോർമൽ ഫാലസീസ് എന്നോ അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഏത് ഫാലസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതില് ഫോർമൽ ഫാലസി എന്താന്ന് നോക്കുക. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന് ചിലപ്പോൾ കാണാട്ടോ. അതായത് എന്താണ് ഫോർമൽ ഫാലസീസ് എന്നുള്ളത്. Formal fallacies are refers to argument that have an invalid structure or form. അതായത് സ്ട്രക്ചറിലോ ഫോമിലോ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചറിലോ, അതായത് ഇപ്പോ സബ്ജക്ട് ആദ്യം വന്നു, പ്രെഡിക്കേറ്റ് പിന്നെ വന്നു, അങ്ങനെ ഉണ്ടാവില്ലേ? അങ്ങനെ നമ്മുടെ ഒരു ആർഗ്യുമെന്റിന്റെ സ്ട്രക്ചറിലോ ഫോമിലോ ഒക്കെ എന്തെങ്കിലും മിസ്റ്റേക്സ് അല്ലെങ്കിൽ എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോർമൽ ഫാലസീസ് എന്ന് പറയാം. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫോർമൽ ഫാലസീസ് എന്ന് പറയാം. ഇനി ഇൻഫോർമൽ, അതായത് അതിന്റെ എക്സാംസ് ആണ് ഇല്ലിസിറ്റ് മേജർ, അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ, ഇല്ലിസിറ്റ് മൈനർ ഒക്കെ പഠിച്ചിട്ടില്ലേ? അതാണ് ഫോർമൽ ഫാലസിസ്. ഇനി ഇൻഫോർമൽ ഫാലസിസ്, ഇറ്റ് ഡിനോട്ട്സ് ആൻ എറർ ഇൻ ദ കണ്ടന്റ് ഓഫ് യുവർ ആർഗ്യുമെന്റ്. ഇൻഫോർമൽ ഫാലസിസ് ഹാപ്പൻ ഡ്യൂ ടു മിസ്യൂസ് ഓഫ് ലാംഗ്വേജ്, മിസ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഫാക്ട്സ് ഓർ ഒപ്പീനിയൻ, മിസ്കൺസെപ്ഷൻ ആൻഡ് ഇല്ലോജിക്കൽ സീക്വൻസ് ഓഫ് തോട്ട്സ്. അതായത് വല്ല ലോജിക്കൽ പരമായിട്ടുള്ളോ സ്റ്റേറ്റ്മെന്റിലോ ലാംഗ്വേജിലോ പിന്നെ നമ്മളെ കോൺസെപ്റ്റിലോ അങ്ങനെ എന്താണ് കോണ്ടന്റ് പരമായിട്ട് ഏതിലൊക്കെയാണ് മിസ്റ്റേക്ക് ഉള്ളത്, അങ്ങനത്തെ മിസ്റ്റേക്സ് കോണ്ടന്റിൽ പറയുന്ന മിസ്റ്റേക്സ് അത് സ്ട്രക്ചറിലും ഫോമിലൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്തുണ്ടാവും, ചിലപ്പോ മിസ്യൂസ് ഓഫ് ലാംഗ്വേജ് ഉണ്ടാവും, മിസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, മിസ് കോൺസെപ്ഷൻ ഉണ്ടാവും, ഇല്ലോജിക്കൽ ലോജിക്കൽ അല്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള വരുന്ന ഫാലസികൾക്കാണ് ഇൻഫോർമൽ ഫാലസീസ് എന്ന് പറയാം. അപ്പൊ ക്ലിയർ ആണോ? ഇൻഫോർമൽ ഫാലസീസിന് എക്സാമ്പിൾ ആണ് സ്ട്രോമാൻ ഫാലസി, റെഡ് ഹെറിംഗ് ഫാലസി ഓഫ് റെഡ് ഹെറിംഗ്, അവിടെ ഒരു കോമയും കൂടി ഉണ്ട് കേട്ടോ, ഫാലസി ഓഫ് ആക്സിഡന്റ്. ഇതൊക്കെ ഒന്നുകൂടെ എന്താണ് ഫോർമൽ? എക്സ്ക്യൂസ് മീ മാം, ഒന്നുകൂടെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഫാലസീസ് ഒന്നുകൂടെ പറയാമോ?
ഓക്കെ. ഫോർമൽ ഫാലസിസ് എന്ന് പറഞ്ഞാല് നമ്മൾ സ്ട്രക്ചറിലോ ഫോമിലോ എന്തെങ്കിലും പിന്നെ എറേഴ്സ് ഉണ്ടാവും. ഇപ്പൊ നോക്കിക്കോളൂ, ഇപ്പൊ നമുക്ക് എന്താണ് ഇല്ലിസിറ്റ് മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല. ഇല്ലിസിറ്റ് മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അതായത് നമുക്ക് ഒരുപാട് ഫാലസിസിന് കുറെ എന്താണ് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഇവിടെ ഏതെങ്കിലും ഒരു ഫീച്ചേഴ്സ് വയലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിലൊരു എറർ ഉണ്ടാവും. എന്താ ഫാലസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാലസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ എറർ. ഇപ്പൊ നമ്മള് എന്താണ് ഇപ്പൊ ഇംഗ്ലീഷിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. ഇംഗ്ലീഷിലെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ലോജിക്കൽ റീസണിംഗ് ഒക്കെ വിട്ടിട്ട് നോക്കൂ. പിന്നെ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഓബ്ജക്റ്റ്, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഇംഗ്ലീഷിലെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഓർഡർ. ഇപ്പൊ നമ്മൾ അതില് ആദ്യം സബ്ജക്റ്റ് പറഞ്ഞു, പിന്നെ ഒബ്ജക്റ്റ് പറഞ്ഞു. അതൊരു ഇൻവാലിഡ് സ്ട്രക്ചർ ആണ്. ശരിക്കുള്ള സ്ട്രക്ചറിൽ അല്ലാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് സംസാരിക്കുന്നതിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പിന്നെ അങ്ങനെ സ്പോക്കൺ ലാംഗ്വേജിലൊക്കെ നമ്മൾ അങ്ങനെ ഫുൾ കറക്റ്റ് ആക്കിയിട്ടാണോ സംസാരിക്കുക? അല്ല, കുറച്ച് അങ്ങനെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവാം. ഇങ്ങനെ സ്ട്രക്ചറിൽ ഇപ്പോ ആദ്യ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ള ഒരു ഫോം ആണ് ഇംഗ്ലീഷിന്. പിന്നെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു, ആദ്യം ഒബ്ജക്റ്റിനെ പറഞ്ഞു, പിന്നെ വെർബ് പറഞ്ഞു, പിന്നെ സബ്ജക്റ്റ് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതിന്റെ ഒരു ഓർഡർ ഒന്നും കീപ്പ് ചെയ്യാതെ പറഞ്ഞു. അപ്പൊ അവിടെ എന്തൊരു ഫാലസി, ഒരു എറർ സംഭവിക്കുന്നുണ്ട്. നമ്മൾ അതൊന്നും മെയിൻ ചെയ്യുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. നമ്മളെ ലാംഗ്വേജിൽ അല്ലെങ്കിൽ നമ്മുടെ സെന്റൻസിൽ ഒരു എറർ അവിടെ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന എററുകൾക്ക്, അതായത് നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലെ അല്ലെങ്കിൽ നമ്മളൊരു കോൺസെപ്റ്റ് പറയാണ്, ആ കോൺസെപ്റ്റിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെ ലോജിക് പരമായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ ലോജിക് വെച്ചിട്ട് അത് ശരിയാവണമെന്നില്ല. അല്ലെ? ഇപ്പൊ നമ്മള് എന്താ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊക്കെ എന്താണ് ഒരാളുടെ ലോജിക് അനുസരിച്ച് പറയുന്ന കാര്യങ്ങളാണോ മറ്റുള്ളവർക്ക് തോന്നുന്നു? എന്നാ പിന്നെ എല്ലാവർക്കും ഒരൊറ്റ എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി പോരെ? എന്താണ് പല പല പൊളിറ്റിക്കൽ പാർട്ടി ഉള്ളതുകൊണ്ട് എന്താ കാരണം? പലർക്കും പല അഭിപ്രായങ്ങളാണ്, പല ലോജിക്കാണ്. അവര് വിചാരിക്കുന്നതാണ്, അവര് ഉദ്ദേശിക്കുന്നതാണ് ശരി. അപ്പൊ അങ്ങനെ എന്താണ് ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് തെറ്റായിരിക്കും. അങ്ങനെ നമ്മുടെ പിന്നെ കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ നമ്മളൊരു എന്താണ് നമ്മളെ ലോജിക്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നമ്മളതിൽ വരുന്നതിനാണ് ഫാലസീസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഫാലസീസ് ആയിട്ട് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫോർമൽ ഫാലസീസ്. ഓക്കെ, ഫോർമൽ ഫാലസീസ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ഫോമിൽ, അതായത് നമ്മളൊരു സെന്റൻസ് എഴുതുന്നതിൽ എന്തെങ്കിലും, ഇപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നത് എന്ന് പറഞ്ഞാല് എന്താണ് സിലോജിസ് ആണ്. ആ സിലോജിസത്തിന് ഒരു സ്ട്രക്ചർ ഉണ്ട്, അല്ലെ? നമ്മളിപ്പോ ഇവിടെയൊക്കെ പഠിച്ചില്ലേ, ഓരോ സിലോജിസത്തിന് ഓരോ സ്ട്രക്ചർ ഉണ്ട്. ഇവിടെ ഒരു സ്ട്രക്ചർ ആണ് നമ്മൾ എന്താണ് സ്റ്റാൻഡേർഡ് ഫോമിലാക്കുക എന്നുള്ളത്. ഈ ഒരു സിലോജിസത്തിന്റെ എന്താണ് ഒരു സ്ട്രക്ചർ ആണ്. ഇവിടെ ഇത് ഫോളോ ചെയ്യുന്നില്ല, ഇതിലൊരു എറർ ഉണ്ട്. മനസ്സിലായോ? ഇതിലൊരു എറർ സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് അതിന്റെ എറർ ഇല്ലാത്തൊരു രൂപം. ഇവിടെ നമ്മൾ ആദ്യം നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ ഒരു എറർ ഉണ്ട്. ആ എററാണ് നമ്മൾ ഇവിടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കിയപ്പോ മാറ്റിയത്. ഇങ്ങനെ അതിവിടെ സ്ട്രക്ചർ പരമായിട്ടാണ് ഇവിടെ എറർ സംഭവിച്ചത്, അല്ലെ? ഇതിന്റെ സ്ട്രക്ചറിൽ, ഈ ഒരു സിലോജിസത്തിന്റെ സ്ട്രക്ചറിലാണ് ഇവിടെ എറർ സംഭവിച്ചത്. എന്താണ് സ്ട്രക്ചർ? സിലോജിസത്തിന്റെ സ്റ്റാൻഡേർഡ് സിലോജിസത്തിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആദ്യം മേജർ പ്രിമൈസ് വരണം, മൈനർ പ്രിമൈസ് വരണം, കൺക്ലൂഷൻ വരണം. അതാണ് എന്താണ് ഒരു സ്റ്റാൻഡേർഡ് സിലോജിസത്തിന്റെ സ്ട്രക്ചർ. അതെന്താണ്? അതിവിടെ ഇവിടെ ഒരു എറർ വന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കിയത്. ഇപ്പൊ ഇതിൽ എറർ ഒന്നുമില്ല, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ എന്ത് എററാ വന്നത്? ഈ സെന്റൻസിന്റെ സ്ട്രക്ചറിൽ ഒരു എന്ത് വന്നിട്ടുണ്ട്? എറർ വന്നിട്ടുണ്ട്. അങ്ങനെ സ്ട്രക്ചറിലോ ഫോമിലോ ഒക്കെ എറർ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർമൽ ഫാലസീസ് എന്ന് പറയുന്നത്. ഇനി ഇൻഫോർമൽ ഫാലസീസ് എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അതായത് നമ്മുടെ കോൺസെപ്റ്റ് ആയിരിക്കില്ല മറ്റുള്ളവരുടെ കോൺസെപ്റ്റ്. അപ്പൊ നമ്മൾ പരസ്പരം രണ്ട് കോൺസെപ്റ്റുകൾ തമ്മിൽ എന്തായി? ഒരു കോൺട്രാഡിക്ഷൻ അവിടെ വന്നു. അങ്ങനെ വരുമ്പോ ഒരു ഫാലസി അതിൽ നമ്മൾ ഓരോ എക്സാമ്പിൾ വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അത് ഓരോ ഫാലസീസ് വരുമ്പോ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയ കോണ്ടന്റിൽ എന്തെങ്കിലും എറർ വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൽ ഇൻഫോർമൽ ഫാലസീസ്, സ്ട്രക്ചറിലോ ഫോമിലോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫോർമൽ ഫാലസീസ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ചോദിച്ച ആള് ആരായിരുന്നു നോക്കിയിട്ടില്ല. ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ബോക്സിൽ അറിയിച്ച. എന്തൊക്കെ ഒരു ഡൗട്ട് എവിടെയോ ഇൻഫോർമൽ ഫാലസീസ് ക്ലിയർ അല്ല, ഒന്നും കൂടെ പറയോ? ഇൻഫോർമൽ ഫാലസീസ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ഫോർമൽ ചെയ്യൂ. ഫാലസീസിന്
എക്സാമ്പിൾ പറയാണോ വേണ്ടത്? അല്ല, ഫോർമൽ ഫാലസി മനസ്സിലായി, നമ്മുടെ സ്ട്രക്ചറിലൊക്കെ വരുന്ന ഡിഫറൻസ്. ഇൻഫോർമൽ ഫാലസിസ് ഒന്നുകൂടെ പറയൂ. ഇൻഫോർമൽ ഫാലസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിലൊരു എന്താണ് നമ്മള് ഒരുപാട് ഫാലസിസ് അതിന്റെ ക്ലാസ്സുകൾ നമ്മള് എന്താണ് ഫോർമൽ ഫാലസിസ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഇൻഫോർമൽ ഫാലസിസ് നമ്മൾ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഒരു 10-25 ഇൻഫോർമൽ ഫാലസീസ് ഉണ്ട്. അത് ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, കോണ്ടൻസിൽ എന്താണ് എറർ ഉണ്ടെങ്കിൽ അതിന് ഇൻഫോർമൽ ഫാലസീസ് ആണ് എന്നും പറയാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇൻഫോർമൽ ഫാലസീസിന് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ അതിലൊരു എന്താണ് നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് പിന്നെ ആഡ് ഹോമിനം എന്നുള്ളൊരു പിന്നെ ഫാലസിസ് ഉണ്ട്. ആഡ് ഹോമിനം, അതായത് ഇൻഫോർമൽ ഫാലസിസ് 10-25 ഉണ്ടെങ്കിലും നമ്മൾ പഠിക്കണം. എന്താണ് എബോ 100 ഫാലസിസ് ആർ ദർ. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് ആഡ് ഹോമിനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മനുഷ്യനെ അറ്റാക്ക് ചെയ്യാണ്. അതായത് നമ്മൾ പറയാണ് ഇപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് ഭയങ്കര മോശമുള്ള ആളാണ്, ഭയങ്കര എന്തൊക്കെയോ പിന്നെ ക്രൈംസുകളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ നമ്മൾ പക്ഷെ അയാൾ ഒരു കാര്യം പറയാണ്. ആ കാര്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാല് നല്ല കാര്യമാണ്, എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവര് പറയാണ് കുട്ടികളിൽ മൊബൈൽ ഫോൺ കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ കണ്ണിനൊക്കെ പ്രശ്നം വരാം. അത് നല്ല കാര്യമല്ലേ, അത് നമുക്ക് എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യം. പക്ഷെ നമ്മൾ പറയാണ് ആ പിന്നെ ആള് വളരെ മോശമുള്ള ആളായതുകൊണ്ട് അയാൾ പറയുന്നതൊന്നും ശരിയല്ല. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവിടെ ഒരു എന്താണ് നമ്മുടെ ഒരു ലോജിക് പരമായിട്ട് എന്താണ് അവിടെ ഒരു എന്താണ് എറർ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന ഫാലസി, അങ്ങനെ ഒരു 10-25 വിഭാഗം ഉണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ വരുന്ന ഫാലസീസിന്, അതായത് അയാൾ മോശം ആളായത് കൊണ്ട് അയാൾ പറയുന്നത് എല്ലാം മോശമാണെന്നൊന്നുമില്ല. നല്ല കാര്യം പറയുമ്പോൾ നല്ല കാര്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. അതിനാണ് ആഡ് ഹോമിനം എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ അപ്പീൽ ടു പിറ്റി എന്ന് പറഞ്ഞിട്ടൊരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പൊ ഞാൻ ഡിഗ്രിക്ക് പഠിച്ച സമയത്ത് സാറിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാല് സാറ് അതായത് യൂണിവേഴ്സിറ്റി പേപ്പർ വാലുവേഷൻ നടക്കുന്ന സമയത്ത് പേപ്പറിന്റെ ലാസ്റ്റ് വളരെ കുറച്ച് എഴുതിയിട്ടുള്ള ആള് എന്ന് പറഞ്ഞ് സ്റ്റുഡന്റ്, എന്നിട്ട് അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് ഞാനൊരു വിഡോ ആണ്, അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് എക്സാമിന് ചെയ്യിപ്പിച്ച് തരണം എഴുതിയിട്ടുണ്ട്. അതാണ് എന്ത് അപ്പീൽ ടു പിറ്റി ഫാലസി എന്ന് പറയുന്നത്. അതെന്താണ്, നമ്മൾ സിമ്പതിയുടെ പേരിൽ എന്തെങ്കിലും കൺസിഡർ ചെയ്യാം. അവിടെ എന്താണ് അവരൊരു വിഡോ എന്ന് വിചാരിച്ചിട്ട് അവരെ എന്താണ് എക്സാമിന് ജയിപ്പിച്ചിടാനുള്ള ഒരു എന്താ അധികാരം ഉണ്ടോ? ഇല്ല. എക്സാമിന് ജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലോണം പേപ്പറിൽ പെർഫോം ചെയ്യണം, എപ്പോഴേ നമ്മൾ ജയിപ്പിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ഓരോ ഫാലസികൾക്കാണ് എന്താ പറയാ ഇൻഫോർമൽ ഫാലസീസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു എന്താണ് ഒരു ലോജിക് പരമായിട്ട് ഒരു എറർ അവിടെ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലേ? അതിനൊക്കെയാണ് നമ്മുടെ ഇൻഫോർമൽ ഫാലസീസ് എന്ന് പറയാം. ഇപ്പൊ നമ്മൾ പറയാണ് പിന്നെ എന്താണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാ, ഈ ആ കുട്ടി ഒരു ഓർഫൻ ആയതുകൊണ്ട് അവനെ ജയിപ്പിച്ചു വിടണം എന്നൊക്കെ പറയാം. അതൊക്കെ എന്താണ് ലോജിക് പരമായിട്ട് ഒരു എറർസ് ഉണ്ട്. അതിനൊക്കെയാണ് നമ്മൾ ഇൻഫോർമൽ ഫാലസീസ് എന്ന് പറയാ. ഇപ്പോഴോ അതൊക്കെ അതായത് ഓരോ എക്സാമ്പിൾസും വെച്ച് പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ഇപ്പോഴാണ് ക്ലിയർ ആയത്. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഈ ഫോർമൽ ഫാലസിസ്, ദർ ആർ സം ഫീച്ചേഴ്സ് ഓഫ് വാലിഡ് ആർഗ്യുമെന്റ്സ്. വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫോർമൽ ഫാലസിസ്, അതായത് സ്ട്രക്ചറിലോ ഫോമിലോ നമ്മൾ എറർ വരുമ്പോ ഫോർമൽ ഫാലസിസ് വരും. പിന്നെ എന്താണ് ഫാലസിസ് സ്ട്രക്ചറിലോ ഫോമിലോ എറർ വരുമ്പോഴാണ് വരിക എന്ന് പറഞ്ഞു. അതായത് ഇത്രയും 8 എന്തുണ്ട്, കുറച്ച് റൂൾസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു റൂൾ വയലേറ്റ് ചെയ്യുമ്പോഴാണ് ഫോർമൽ ഫാലസിസ് ഉണ്ടാവുക. അതായത് സ്ട്രക്ചറിലോ ഫോമിലോ നമ്മൾ എറർ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ 8 റൂൾസിൽ ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്യുമ്പോഴാണ് ഫോർമൽ ഫാലസിസ് ഉണ്ടാവുക. ഇപ്പൊ എന്തൊക്കെയാണ് 8 റൂൾസ് നോക്കാം. അതായത് നമുക്ക് തരുന്ന സിലോജിസത്തിൽ ഇതിൽ ഏതെങ്കിലും ഒരു റൂള് എന്ത് ചെയ്യാണ് അവർ വയലേറ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എറർ സംഭവിച്ചിട്ടുണ്ടാവും. ആ എറേഴ്സ് ആണ് ഫോർമൽ ഫാലസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ എററിനും, അതായത് ഈ 8 ടേമുകളിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ തെറ്റിച്ചാലും ഓരോരോ പേരുകളാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ആ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യുന്ന ആ ഒരു ആർഗ്യുമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഓക്കെ, അതായത് ഫസ്റ്റ് വൺ, കൺക്ലൂഷൻ വിൽ ബി പോസിറ്റീവ് ഇഫ് ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ പോസിറ്റീവ്. അതായത് രണ്ട് പിന്നെ പ്രിമൈസുകളും പോസിറ്റീവ് ആണെങ്കിൽ കൺക്ലൂഷനും പോസിറ്റീവ് ആയിരിക്കും. എന്താണ് രണ്ട് കൺക്ലൂഷനും എന്താണ് പ്രിമൈസും പോസിറ്റീവ് ആവുക എന്ന് പറഞ്ഞാല് എന്താണ്,
ഒന്നെങ്കിൽ എ സെന്റൻസുകൾ വരണം, ഓൾ വെച്ചിട്ട് വരണം, രണ്ട് സെന്റൻസും ഓൾ വെച്ചിട്ട് വരണം, അല്ലെങ്കിലോ സം വെച്ചിട്ട് വരണം. ഓ സെന്റൻസോ പിന്നെ ഈ സെന്റൻസോ വന്നു കഴിഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് സെന്റൻസുകളാണ്. അപ്പോ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ രണ്ട് പ്രിമൈസുകളും പോസിറ്റീവ് സെന്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ കൺക്ലൂഷനും പോസിറ്റീവ് സെന്റൻസ് തന്നെ ആയിരിക്കും, ഒരിക്കലും നെഗറ്റീവ് എന്ന് വരില്ല. ഇനി അങ്ങനെ നെഗറ്റീവ് വന്നിട്ട് ഒരു പ്രിമൈസ് സിലോജിസം നമുക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്, അവിടെ ഒരു ഫാലസി, ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്, അവിടെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഫാലസീസ് ഉണ്ടാവും. അതായത് ഫാലസികൾക്കൊക്കെ ഓരോ പേരുണ്ട്, ഇലിസിറ്റ് മേജർ, ഇലിസിറ്റ് മൈനർ, ഫാലസി, എക്സ്ക്ലൂസീവ് പ്രിമൈസ്, ഇങ്ങനെ ഓരോ പേരുണ്ട്. അപ്പോ ഏതെങ്കിലും ഒരു എറർ, ഇപ്പോ കൺക്ലൂഷൻ വിൽ ബി പോസിറ്റീവ് ഫോർ സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനെ എന്താണ്, ഇങ്ങനെ സംഭവിച്ചാൽ, അതായത് രണ്ട് പോസിറ്റീവിൽ നിന്ന് ഒരു നെഗറ്റീവ് കൺക്ലൂഷൻ നമ്മൾ ഡ്രോ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ അതിന് ഒരു പേരുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിക്കുന്നതിന്റെ ഫീച്ചേഴ്സുകളാണ്, അതിന്റെ പേരുകൾ നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ നോക്കും. ഇനി രണ്ടാമത്തെ നോക്കൂ. കൺക്ലൂഷൻ വിൽ ബി നെഗറ്റീവ് ഇഫ് എയ്തർ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് നെഗറ്റീവ്. ഏതെങ്കിലും ഒരു പ്രിമൈസ് എന്താണ്, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കൺക്ലൂഷനും എന്ത് വരും, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആയിരിക്കും. നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഏത് കൊണ്ടൊക്കെ തുടങ്ങണം, നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ഏത് കൊണ്ടൊക്കെയാണ് തുടങ്ങുന്നത്, ടൈപ്പ് ചെയ്തേ, നിങ്ങൾ എന്റെ കൂടെ ഉള്ളത് നോക്കട്ടെ. നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് തുടങ്ങുന്നത് ഏതൊക്കെ വെച്ചിട്ടാണ്, പ്രപ്പോസിഷന്റെ ആ ഒരു ലെറ്റേഴ്സ് ഇട്ടാൽ മതി. നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്, നോ, സം നോട്ട്, അതെ, ഈ അല്ലെങ്കിൽ ഓ വരുന്ന സെന്റൻസിലായിരിക്കും നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കാണിക്കുക. ക്ലിയർ അല്ലേ? നോ സം എന്ന് പറഞ്ഞാൽ നോ ഡോഗ്സ് ആർ മമ്മൽസ്, അങ്ങനെ, അല്ലെങ്കിൽ സം നോട്ട് എന്ന് പറഞ്ഞാൽ സം ഡോഗ്സ് ആർ നോട്ട് മമ്മൽസ്, അതായത് നോ വെച്ചിട്ടുള്ള സെന്റൻസോ സം നോട്ട് വെച്ചിട്ടുള്ള സെന്റൻസോ ആയിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതായത് ഏതെങ്കിലും ഒരു പ്രിമൈസ് നെഗറ്റീവ് ആണെങ്കിൽ കൺക്ലൂഷനും നെഗറ്റീവ് ആയിരിക്കും. ഇനി ഏതെങ്കിലും ഒരു പ്രിമൈസ് നെഗറ്റീവ് ആയിട്ട് നമുക്ക് കൺക്ലൂഷൻ പോസിറ്റീവ് ആണ് കിട്ടിയത് എങ്കിൽ അവിടെ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി തേർഡ് നോക്കൂ. there will be no conclusion if both statement are negative. അതായത് രണ്ട് പ്രിമൈസും നെഗറ്റീവ് ആണെങ്കിൽ അതിൽ നിന്നൊരു കൺക്ലൂഷൻ ഡ്രോ ചെയ്തെടുക്കാൻ പറ്റില്ല. ഓക്കെ, അതായത് രണ്ട് പ്രിമൈസും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു കൺക്ലൂഷൻ ഇല്ല, ഇങ്ങനെയാണ് പറയാ. ഓക്കെ, ഈ ഒരു റൂൾസ് ഒക്കെ നിങ്ങൾ പഠിച്ചു തന്നെ ആയിരിക്കും കേട്ടോ നല്ലത്. If both premises are universal, then conclusion must be universal. രണ്ട് പ്രിമൈസുകളും യൂണിവേഴ്സൽ ആണെങ്കിൽ കൺക്ലൂഷനും യൂണിവേഴ്സൽ ആയിരിക്കും. ഏതൊക്കെയാണ് യൂണിവേഴ്സൽ സെന്റൻസുകൾ? ഒന്ന് ടൈപ്പ് ചെയ്തേ. യൂണിവേഴ്സൽ സെന്റൻസുകൾ ഏതൊക്കെയാണ്? മുന്നത്തെ ക്ലാസ്സുകളൊക്കെ കേൾക്കാത്തവർക്ക് നല്ല ഡൗട്ട് ഉണ്ടാവട്ടോ. അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ക്ലാസ്സുകൾ കേട്ടിരിക്കാൻ മാത്രമേ അതിന്റെ ഒരു സൊല്യൂഷൻ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എല്ലാ ക്ലാസ്സിലും എല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, റിപ്പീറ്റ് ചെയ്യാൻ പറ്റൂല. അതെ, യൂണിവേഴ്സൽ ബാസിൽ മാത്രമേ ഉള്ളൂ ക്ലാസ്സിൽ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? നദീറ, നൂറ, ദെൻ അനീസ്, വേറെ ഒരു ഗസ് കമന്റ് ബോക്സിൽ കാണുന്നില്ലല്ലോ ആരെയും. യൂണിവേഴ്സൽ സെന്റൻസുകൾ എന്ന് പറഞ്ഞാൽ എ ആൻഡ് ഇ, കറക്റ്റ്. ഏതാണ് യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാല് യൂണിവേഴ്സൽ അഫർമേറ്റീവ് എ സെന്റൻസും യൂണിവേഴ്സൽ നെഗറ്റീവ് ആയിട്ടുള്ള ഈ സെന്റൻസും ആണ് എന്ത്, യൂണിവേഴ്സൽ സെന്റൻസുകൾ എന്ന് പറയുന്നത്. അപ്പോ പറയുന്നത് ഇഫ് ബോത്ത് പ്രിമൈസസ് ആർ യൂണിവേഴ്സൽ then conclusion must be universal. അപ്പൊ കൺക്ലൂഷനും ഒന്നുകിൽ എ ആയിരിക്കും അല്ലെങ്കിൽ ഇ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഫിഫ്ത്ത്, if one of the premises is particular, then the conclusion must be particular. ഒരു പ്രിമൈസ് പാർട്ടിക്കുലർ ആണെന്നുണ്ടെങ്കിൽ കൺക്ലൂഷനും പെർട്ടിക്കുലർ ആയിരിക്കും. അതായത് ഒന്ന് പർട്ടിക്കുലർ ആയി മറ്റേത് ഇനി എന്തോ ആവട്ടെ എന്ന് പറയാൻ പറ്റില്ല. അതായത് പെർട്ടിക്കുലറും വന്നാൽ കൺക്ലൂഷൻ ഇല്ല എന്നാണ്. പക്ഷെ ഒന്ന് പെർട്ടിക്കുലറും ഒന്ന് യൂണിവേഴ്സൽ ആയിട്ട് വന്നു കഴിഞ്ഞാല് കൺക്ലൂഷനും പെർട്ടിക്കുലർ ആയിരിക്കും. ഏതൊക്കെയാണ് പെർട്ടിക്കുലർ സെന്റൻസ്? ഒന്ന് പെട്ടെന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. പെർട്ടിക്കുലർ സെന്റൻസുകൾ ഏതൊക്കെയാണ്? IO, അതെ, യൂണിവേഴ്സൽ പെർട്ടിക്കുലർ അഫർമേറ്റീവും പെർട്ടിക്കുലർ നെഗറ്റീവും. ഇനി സിക്സ്ത് നോക്കിക്കോളൂ. ഇഫ് ബോത്ത് പ്രിമൈസസ് ആർ പെർട്ടിക്കുലർ then no conclusion can be drawn. രണ്ടും പെർട്ടിക്കുലർ ആണെങ്കിൽ ഒരു കൺക്ലൂഷൻ ഉണ്ടാവില്ല. നേരത്തെ നമ്മൾ പഠിച്ചു രണ്ട് നെഗറ്റീവ് ആണെങ്കിലും
കൺക്ലൂഷൻ ഉണ്ടാവില്ല. രണ്ട് പെർട്ടിക്കുലർ ആണെങ്കിലും കൺക്ലൂഷൻ ഉണ്ടാവില്ല. ഇനി 7th വൺ നോക്കൂ. ദ മിഡിൽ ടേം മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ലീസ്റ്റ് വൺസ്. മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിമൈസ് രണ്ട് പ്രിമൈസിലും ഉണ്ടാവും ചെയ്യും, കൺക്ലൂഷനിൽ ഉണ്ടാവും ചെയ്യില്ല. അങ്ങനത്തെ പിന്നെ ആ ടേമിനാണ് നമ്മൾ മിഡിൽ ടേം പറയുന്നത്. ആ മിഡിൽ ടേം ഇവിടെയാണ് നിങ്ങൾ എന്ത് പഠിക്കേണ്ടത്? ഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ളതിന്റെ ആ ഒരു പിന്നെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് വരുന്നത്. ദ മിഡിൽ ടേം മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ്ലീസ്റ്റ് വൺ. ഏതെങ്കിലും ഒരു പ്രിമൈസിൽ എന്ത് ചെയ്യണം? മിഡിൽ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആവണം. രണ്ടിലും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയാൽ എന്താണ്? അവിടെ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അത് രണ്ടിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നതിന് കുഴപ്പമില്ല, പക്ഷെ രണ്ടിലും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആവരുത്. ഒന്നിലെങ്കിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആവണം. മനസ്സിലായോ? ഒന്നിലെങ്കിലും അല്ലെങ്കിൽ രണ്ടെണ്ണത്തിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആയാൽ കുഴപ്പമില്ല, പക്ഷെ രണ്ടിലും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയാൽ, അതായത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്. മനസ്സിലായോ? Then 8th one, a term that is not distributed in the premise cannot be distributed in the conclusion. അങ്ങനെ വരാം. അതായത് പ്രിമൈസിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ടേം കൺക്ലൂഷനിൽ വരുമ്പോൾ എന്ത്? ഡിസ്ട്രിബ്യൂട്ടഡ് ആവാൻ പാടില്ല. മനസ്സിലായോ? എന്താവണം? പ്രിമൈസിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയത് കൺക്ലൂഷനും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയി തന്നെ വരണം. അൺഡിസ്ട്രിബ്യൂട്ടഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ മൈൻഡിൽ ആ ടേബിൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയ ആ എക്സാമ്പിൾ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് പ്രിമൈസിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയും കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയും ചെയ്താൽ, അതായത് ആരൊക്കെയാണ് കൺക്ലൂഷൻ ഡിസ്ട്രിബ്യൂട്ടർ അൺഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റോ പ്രെഡിക്കേറ്റോ അതേ വരുള്ളൂ. മിഡിൽ ടേം വരില്ല. മിഡിൽ ടേം നമ്മൾ കൺക്ലൂഷനിൽ മിഡിൽ ടേം വരുന്നേ അല്ല. അപ്പോ ഈ സബ്ജക്റ്റോ പ്രെഡിക്കേറ്റോ പ്രിമൈസിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയും കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയും വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ എന്താണ്? അവിടെ ഒരു എറർ സംഭവിച്ചു. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇങ്ങനെ ഈ 8 റൂളും ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കി. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എക്സാമ്പിൾ പറയാം. എന്തിനാണ് നമ്മൾ ഇല്ലിസിറ്റ് മേജർ ഇല്ലിസിറ്റ് മൈനർ എന്നൊക്കെ പറയാം കേട്ടോ. 8th വണ്ണിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ ഇതാ ഇനി ഫസ്റ്റ് തന്നെ പറയാൻ പോകുന്നത് കേട്ടോ. അതപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആകും. 8th വൺ. ഓക്കെ, എല്ലാവർക്കും 8th വൺ ആണ് ഡൗട്ട്. ഓക്കെ, നമുക്ക് നേരെ ടൈപ്സ് ഓഫ് ഫോർമൽ ഫാലസീസ്. 8th വണ്ണിന്റെ പിന്നെ ഇതാണ് കേട്ടോ. ഇവിടെ കണ്ടോ? സോ ഇറ്റ് വയലേറ്റ്സ് ദ റൂൾ നമ്പർ 8. അപ്പൊ ഇത് തന്നെ വെച്ചിട്ട് പറയാം. അപ്പൊ ഫോർമൽ ഫാലസീസിന്റെ ടൈപ്സ് ആണ് ഇലിസിറ്റ് മേജർ ഫാലസി, ഇലിസിറ്റ് മൈനർ ഫാലസി, ഫാലസി ഓഫ് എക്സ്ക്ലൂസീവ് പ്രിമൈസ്, എക്സിസ്റ്റൻഷ്യൽ ഫാലസി, ഫാലസി ഓഫ് ഡിനൈയിങ് ദ ആന്റിസിഡന്റ്, ഫാലസി ഓഫ് അഫേമിങ് ദ കോൺസിക്വന്റ്. ഇത്ര കേട്ടോ. അപ്പൊ നോക്കാം എന്താണ്. എല്ലാവർക്കും 8th വൺ ആണ് കൺഫ്യൂഷൻ ഉള്ളത്. ഇലിസിറ്റ് മേജർ നമ്മൾ പറഞ്ഞു എന്താണ്? 8th one നോക്കൂ. The term that is not distributed in the premises. Premises no undistributed ആയി വരികയും കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയി വരികയും ചെയ്യാറുള്ളതാണ്. അപ്പൊ ഇങ്ങോട്ട് ഇവിടെ നോക്കൂ. നമ്മളോട് പറഞ്ഞത് എന്താണ്? ഇവിടെ മേജർ ടേം ഏതാണെന്ന് നോക്കൂ. മേജർ ടേം ഏതാണ്? മമ്മൽസ് എന്നുള്ളതാണ്. മമ്മൽസ്. മനസ്സിലായോ? ഈ മമ്മൽസ് എന്നുള്ളത് നോ കാറ്റ്സ് ആർ മമ്മൽസ് എന്നാണ് ഈ ഒരു സെന്റൻസ്. ഇതിൽ മമ്മൽസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? അതായതൊന്ന് പറഞ്ഞേ. കൺക്ലൂഷനിൽ മമ്മൽസ് എന്നുള്ളത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? നോ സെന്റൻസിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്തായിരുന്നു എന്ന് ചിന്തിക്കുക. ടേബിൾ ഒന്നും കൂടി കാണിക്കണോ? നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടോ? അതോ ഒന്നും കൂടെ കാണിക്കണോ? ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് പറഞ്ഞിട്ടുണ്ട് അനീസ്. ദെൻ നോ സെന്റൻസിൽ നോക്കൂ. നോ സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഈയില് രണ്ടും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് നമ്മൾ പഠിച്ചു. കണ്ടില്ലേ?
ഈ സെന്റൻസ് നോ സെന്റൻസ് പറഞ്ഞാൽ ഈല് രണ്ടും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇനി ഇങ്ങോട്ട് നോക്കൂ. ഇനി ഇതിന്റെ മമ്മൽസ് ഉള്ള മേജർ പ്രിമൈസ് നോക്കൂ. മമ്മൽസ് ഉള്ള സെന്റൻസ് ഏതാ നോക്കൂ. ഓൾ ഡോഗ്സ് ആർ മമ്മൽസ്. ഓൾ ഡോഗ്സ് ആർ മമ്മൽസ് എന്നുള്ളതിൽ മമ്മൽസ് സബ്ജക്റ്റ് ആയിട്ടാണോ പ്രെഡിക്കേറ്റ് ആയിട്ടാ വന്നത്? ഇവിടെയും പ്രെഡിക്കേറ്റ് ആയിട്ട് തന്നെയാണ് വന്നത്. എപ്പോഴും പ്രെഡിക്കേറ്റ് ആയിട്ട് വരണമെന്നൊന്നുമില്ല കേട്ടോ. ഇവിടുത്തെ പ്രെഡിക്കേറ്റ് ചിലപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ആയിട്ടൊക്കെ വരാം, അങ്ങനെയൊക്കെ വരാം. പക്ഷെ ഇവിടെ എന്താണ് പ്രെഡിക്കേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഓൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഏ സെന്റൻസിൽ പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? ഏ സെന്റൻസിൽ പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? നോക്കൂ. എ സെന്റൻസിൽ പ്രെഡിക്കേറ്റ് ടേം അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ക്ലിയർ ആണോ? ദെൻ ഇനി ക്വസ്റ്റ്യനിലേക്ക് വരൂ. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വേർഡ് അല്ലെ, ഒരു ടേം കൺക്ലൂഷനിൽ വന്നപ്പോൾ എന്തായി? ടേം എന്നല്ല, മേജർ ടേം കൺക്ലൂഷനിൽ വന്നപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ആയി. മനസ്സിലായില്ലേ? പ്രിമൈസിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിരുന്നു, പക്ഷെ കൺക്ലൂഷനിൽ വന്നപ്പോൾ എന്തായി? ഡിസ്ട്രിബ്യൂട്ടഡ് ആയി. മനസ്സിലായോ? ക്ലിയർ ആണോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അവിടെയാണ് എന്ത് ചെയ്തത്? എട്ടാമത്തെ റൂൾ വയലേറ്റ് ചെയ്തത്. അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ ഒരു ഫാലസി വന്നു. ഈ ഫാലസിക്കാണ് ഇല്ലിസിറ്റ് മേജർ ഫാലസി എന്ന് പറയാം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോ ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവും, ഓരോന്ന് നോക്കുക. അപ്പൊ ഇല്ലിസിറ്റ് മേജർ ആണെങ്കിൽ അതിന്റെ കൺക്ലൂഷനിലെ മേജർ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയും പ്രിമൈസിൽ അത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് വരികയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇല്ലിസിറ്റ് മേജർ ഫാലസി ആണ് വന്നിട്ടുള്ളത്. മനസ്സിലായോ? ഇവിടെ നോക്കൂ. ഹിയർ മേജർ ടേം ഈസ് മമ്മൽ, ഇറ്റ് ഡിസ്ട്രിബ്യൂട്ട്സ് ഇൻ ദ കൺക്ലൂഷൻ. അതായത് ഈ സെന്റൻസ് ബോത്ത് സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് സ്പെല്ലിംഗ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഗൈസ്. Okay, but in the major premise mammals is undistributed. Major premise എന്ന് പറയുമ്പോൾ ഇവിടെ mammals undistributed ആണ്. In A type proposition subject is distributed but predicate is undistributed. So here mammal is predicate. അതായത് ഇവിടെ predicate ആയതുകൊണ്ട് ഇത് undistributed ആണ്. പക്ഷെ കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് പ്രെഡിക്കേറ്റ് വന്നത്. അങ്ങനെ വരുന്നത് ശരിയല്ല, തെറ്റാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു എറർ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ആ എററിനാണ് എന്ത് പറയാ? ഇല്ലിസിറ്റ് മേജർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഗൈസ്? ഓക്കെ. ബാക്കി അനീസ് ക്ലിയർ ആണ്? ഓക്കെ. അതിനാണ് നമ്മൾ ഇല്ലിസിറ്റ് മേജർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇല്ലിസിറ്റ് മൈനർ. സെയിം തന്നെ നമ്മൾ ഇവിടെ മേജർ ടേമിനെ പറഞ്ഞത് മൈനർ ടേമിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഇവിടെ കൺക്ലൂഷനിലെ മൈനർ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? കൺക്ലൂഷന്റെ സബ്ജക്റ്റിനാണ് നമ്മൾ മൈനർ ടേം എന്ന് പറയുന്നത്. ഇവിടെ മൈനർ ഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയും പ്രിമൈസിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയി വരികയും ചെയ്താൽ, നേരത്തെ നമ്മൾ മേജർ ടേമിന്റെ കാര്യം പറഞ്ഞത്, ഇവിടെ നമ്മൾ മൈനർ ടേമിന്റെ കാര്യം പറയുന്നത്. അതായത് കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് വരും, പ്രിമൈസിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് വരും. ഇവിടെ നോക്കൂ, ഇവിടെ മമ്മൽസ് എന്നുള്ളതാണ് ഇവിടുത്തെ മൈനർ ടേം. ഇത് ഓൾ സെന്റൻസിൽ സബ്ജക്ട് എന്താണ്? ഇവിടെ സബ്ജക്റ്റ് ആയിട്ടല്ലേ വന്നത്? ഇവിടെ സബ്ജക്റ്റ് ആയിട്ടല്ലേ വന്നത്? ഓളിന്റെ സബ്ജക്ട് ടേം എന്താണ്? ഓൾ സെന്റൻസിന്റെ സബ്ജക്ട് ടേം എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? ഓൾ സെന്റൻസിന്റെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നമ്മൾ പഠിച്ചു ഓൾ സെന്റൻസിന്റെ സബ്ജക്ട്. നോക്കൂ, ഓൾ സെന്റൻസിന്റെ സബ്ജക്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇനി നോക്കൂ, ഇനി ഈ മൈനർ ടേം ഇവിടെ എവിടെ വന്നത്? ഇവിടെ ഇതിലാണ് വന്നിട്ടുള്ളത്. മൈനർ പ്രിമൈസിൽ ഓൾ കാറ്റ്സ് ആർ മമ്മൽസ്. ഓളിന്റെ പ്രെഡിക്കേറ്റ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓൾ സെന്റൻസിന്റെ പ്രെഡിക്കേറ്റ് എന്താണ്? ഓൾ സെന്റൻസിന്റെ പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഒരു എറർ സംഭവിച്ചു. അതായത് പ്രിമൈസിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയി വരികയും കൺക്ലൂഷനിൽ മൈനർ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആയി വരികയും ചെയ്തു. അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഈ ഒരു സിലോജിസത്തിൽ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്. ആ എററിന്റെ പേരാണ് ഇല്ലിസിറ്റ് മൈനർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഗൈസ്?
ജസീന ക്ലിയർ ആണോ? ഒരു റെസ്പോൺസ് ഇല്ലല്ലോ. ഒന്നുകൂടെ മാം. ജസീന മുന്നത്തെ ക്ലാസ്സുകളൊക്കെ കേട്ടതാണോ? ഹലോ, കഴിഞ്ഞ ക്ലാസ് കേട്ടില്ല, ബാക്കി കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. ഓക്കെ, മേജർ ടേം മൈനർ ടേം ഒക്കെ ക്ലിയർ ആണോ? ഏതാണ് മേജർ ടേം, ഏതാണ് മൈനർ ടേം എന്നൊക്കെ? പക്ഷെ ഒരു മറന്ന പോലെ, എന്താണ് ഒരു രണ്ടു മൂന്ന് ദിവസം ഇപ്പൊ നോക്കിയിട്ടേ. അതെ. അപ്പോ മേജർ ടേം എന്ന് പറഞ്ഞാൽ കൺക്ലൂഷനിലെ പ്രെഡിക്കേറ്റിനെയാണ് നമ്മൾ മേജർ ടേം എന്ന് പറയുന്നത്. ഓക്കെ, പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാല് ആദ്യത്തിന് നമ്മൾ ഏത് സെന്റൻസ് എടുത്താലും ആദ്യത്തിന് സബ്ജക്റ്റ് എന്നും രണ്ടാമത്തെ പ്രെഡിക്കേറ്റ് എന്നാ പറയാം. ഇതിനെ ക്വാണ്ടിഫയർ, ഓൾ എന്നുള്ളതിനൊക്കെ നമ്മൾ ക്വാണ്ടിഫയർ എന്ന് പറയും. ഇതിനെ ആർ എന്നുള്ളതിന് വേറൊരു പേര് പഠിച്ചിരുന്നു. എന്താണ്, ഓർമ്മയുണ്ടോ? മുന്നത്തെ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞേ. ഓളിനെ ക്വാണ്ടിഫയർ, ഇത് സബ്ജക്റ്റ്, മമ്മൽസ്, പ്രെഡിക്കേറ്റ്സ്, ആർ, അതായത് കണക്റ്റിംഗ് സെന്റൻസ് നമ്മൾ എന്ത് പറയും? എന്താണ്? കണക്റ്റിംഗ് ആയിട്ടുള്ള സെന്റൻസ് അല്ലേ കോപ്പുല എന്നല്ലേ പറയുന്നേ? അതെ, കോപ്പുല. അങ്ങനെ മൂന്ന്, ഇതൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോ ഇവിടെ ഒരു മിനിറ്റ്, ഇവിടെ ഇതാണ് പ്രെഡിക്കേറ്റ്. ഈ കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ടേമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മേജർ ടേം എന്ന് പറയുന്നത്. ഇതിനെ മൈനർ ടേം എന്നാണ് പറയാ. സബ്ജക്ട് കൺക്ലൂഷന്റെ സബ്ജക്ട് ടേമിനെ മൈനർ ടേം എന്ന് പറയും. ഈ ഒരു ടേബിൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം ഇതൊക്കെ പഠിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഈ ടേബിൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കാം. എ സെന്റൻസിൽ സബ്ജക്ട് ഡിസ്ട്രിബ്യൂട്ടഡും പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡും ആണ്. ഈ സെന്റൻസിൽ രണ്ടും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഐ സെന്റൻസുകളിൽ സബ്ജക്ട് അൺഡിസ്ട്രിബ്യൂട്ടഡും പ്രെഡിക്കേറ്റ് രണ്ടും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓ സെന്റൻസിൽ സബ്ജക്ട് അൺഡിസ്ട്രിബ്യൂട്ടഡും പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഈ ഒരു പിക്ചർ നിങ്ങളെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് വേണം ഇങ്ങോട്ട് നോക്കാൻ. ഇപ്പൊ നമ്മൾ നോക്കുകയാണ് ഇതിന്റെ അതായത് ഇവിടെ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ പ്രിമൈസുകളിൽ സബ്ജക്റ്റോ പ്രെഡിക്കേറ്റോ എന്തോ ആവട്ടെ, അല്ലെങ്കിൽ മേജർ ടേമോ മൈനർ ടേമോ എന്തോ ആവട്ടെ, രണ്ടും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയി വന്നു കഴിഞ്ഞാല് കൺക്ലൂഷനിലും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയി തന്നെ വരണം. അപ്പോഴാണ് അതിന്റെ ഒരു സ്ട്രക്ചർ പരമായിട്ട് ആ ഒരു സെന്റൻസ് എന്താണ് വാലിഡ് ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് വരികയും, അതായത് മേജർ ടേമോ മൈനർ ടേമോ ഇവിടെ പ്രിമൈസുകളിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് വരികയും കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയി വരികയും ചെയ്താൽ അവിടെ എന്തോ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. അതായത് പ്രിമൈസിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയി വന്നാൽ കൺക്ലൂഷനിലും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയി തന്നെ വരണം. പക്ഷെ തിരിച്ച് ഇവിടെ പ്രിമൈസുകളിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടും കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടും ആ ടേമുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഫാലസി ഉണ്ട്. അവിടെ മേജർ ടേം ആണെങ്കിൽ അതിനെ ഇല്ലിസിറ്റ് മേജർ എന്നും, മൈനർ ടേം ആണ് അങ്ങനെ വന്നതെങ്കിൽ ഇല്ലിസിറ്റ് മൈനർ ടേം എന്നും പറയും. ഇപ്പോഴോ ക്ലിയർ ആണോ? ഇനി ഒന്നും കൂടെ ക്ലാസ് കേട്ടാൽ ഞാൻ മതി കേട്ടോ. ഇനി മനസ്സിലാവാത്തവര് ഒന്നും കൂടെ ഒന്ന് ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ആദ്യമായിട്ടാണ് ലോജിക്കൽ റീസണിങ്ങിന്റെ ക്ലാസ് വരുന്നവർക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഡൗട്ടുകളേ ഉള്ളൂ ഇതൊക്കെ കേട്ടോ. എന്തായാലും ഡൗട്ട് വരും ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ. ഇപ്പൊ ഇല്ലിസിറ്റ് മേജർ, ഇല്ലിസിറ്റ് മൈനർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഫാലസി ഓഫ് എക്സ്ക്ലൂസീവ് പ്രിമൈസ് ആണ് പറയുന്നത്. എക്സ്ക്ലൂസീവ് ഇഫ് ബോത്ത് ഇറ്റ്സ് പ്രിമൈസ് ആർ നെഗറ്റീവ്. നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എത്രാമത്തെ റൂളാണ്? ഇറ്റ് ക്യാൻ ഗിവ് എ ലോജിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ദ കൺക്ലൂഷൻ. അതായത് രണ്ട് പ്രിമൈസുകളും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഏതാണ്? ഇഫ് there will be no conclusion if both statement are. The third sentence നോക്കൂ, third rule നോക്കൂ. If there will be no conclusion if both statement are negative. രണ്ട് നെഗറ്റീവ്, ഇവിടെ തന്നെയാണ് പറയുന്നത്. എക്സ്ക്ലൂസീവ് പ്രിമൈസ് എന്ന് പറഞ്ഞാല് രണ്ട് പ്രിമൈസുകളും നെഗറ്റീവ് സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു കൺക്ലൂഷൻ ഡ്രോ ചെയ്തെടുക്കാൻ പറ്റൂല നമുക്ക്. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻവാലിഡ് ആണ്. അപ്പൊ അവിടെ ഒരു ഫാലസി സംഭവിച്ചിട്ടുണ്ട്. ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു പിന്നെ കൺക്ലൂഷൻ നമുക്ക് കിട്ടുള്ളൂ. അവിടെ ഒരു ഫാലസി സംഭവിച്ചിട്ടുണ്ട്. ആ ഫാലസികൾക്കാണ് നമ്മൾ എന്ത് പറയാ? ഫാലസി ഓഫ് എക്സ്ക്ലൂസീവ് പ്രിമൈസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കൂ. രണ്ടും നോ മമ്മൽസ് ആർ ഫിഷ്, സം ഫിഷ് ആർ നോട്ട് വെറ്റ്സ്. രണ്ട് നെഗറ്റീവ് സെന്റൻസ് ആണ്. നെഗറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാല്
നോ അല്ലെങ്കിൽ സം നോട്ട് ഉള്ള സെന്റൻസുകളാണ് നെഗറ്റീവ് സെന്റൻസ്. അതായത് ഈ ഓ സെന്റൻസുകളാണ് എന്ത് നെഗറ്റീവ് സെന്റൻസ്. നോ മാമൽസ് ആർ ഫിഷ്, സം ഫിഷ് ആർ നോട്ട് വെയിൽസ്. ഇത് രണ്ടും എന്താണ്? ഒന്ന് നോ സെന്റൻസും ഒന്ന് സം നോട്ട് സെന്റൻസും, രണ്ടും എന്താണ്? നെഗറ്റീവുകളാണ്. മനസ്സിലായോ? അതിൽ നിന്നൊരു കൺക്ലൂഷൻ ഡ്രോ ചെയ്തെടുക്കാൻ പറ്റില്ല എന്നാണ്. അങ്ങനെ നമ്മൾ ഒരു കൺക്ലൂഷൻ അതിനെ ഡ്രോ ചെയ്തെടുത്തു, അപ്പൊ അവിടെ ഒരു എറർ സംഭവിച്ചു. ആ എററിനാണ് നമ്മൾ എന്ത് പറയാ? ഫാലസി ഓഫ് എക്സ്ക്ലൂസീവ് പ്രിമൈസ് എന്ന് പറയാം. മനസ്സിലായോ? ഇതിനിങ്ങനെ ഈ ശരിക്കും therefore some whales are not mammals എന്നുള്ളൊരു കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുക്കാൻ പറ്റൂല. അങ്ങനെയാണ് നമ്മുടെ നിയമം. രണ്ട് നെഗറ്റീവിൽ നിന്ന് നോ കൺക്ലൂഷൻ എന്നാണ്. പക്ഷെ നമ്മൾ അതിൽ നിന്നൊരു കൺക്ലൂഷൻ നമുക്ക് പറ്റുന്ന ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കി എടുത്തു എന്ന് പറഞ്ഞാല് അത് തെറ്റാണെന്ന് അർത്ഥം. അങ്ങനെ ഒരാൾ രണ്ട് നെഗറ്റീവിൽ നിന്ന് ഒരു കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുത്താൽ അവിടെ ഒരു എറർ ഉണ്ട്. ആ എററിനാണ് നമ്മൾ ഫാലസി ഓഫ് എക്സ്ക്ലൂസീവ് പ്രിമൈസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമുക്ക് ബ്രേക്കിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോവാം. 2 hours അല്ലേ ഉള്ളൂ. ബ്രേക്ക് ഒന്നും വേണ്ടല്ലോ. 5 minutes ബ്രേക്ക് എന്തെങ്കിലും വേണോ? Yes or no? Yes. ബ്രേക്ക് വേണോ? വേണ്ട, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോവാം. ഓക്കെ, then no. ഓക്കെ, screen share device. Yes. വെയിറ്റ് ചെയ്യൂ. 5 minutes. Screen is no share. സ്ലൈഡ് മാറുന്നില്ല. പട്ടാപ്പൻ ഓക്കെ, ഓഡിബിൾ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. യെസ് മാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. എക്സിസ്റ്റൻഷ്യൽ ഫാലസി, ഫോർത്ത് വൺ ആണ്. നമ്മളിപ്പോ ഇലിസിറ്റ് മേജർ, ഇലിസിറ്റ് മൈനർ, ദെൻ ഫാലസി ഓഫ് എക്സ്ക്ലൂസീവ് പ്രിമൈസ് ഇത്രയും പഠിച്ചു. ഇനിയാണ് എക്സിസ്റ്റൻഷ്യൽ ഫാലസി. ഇറ്റ് ഹാസ് ടു യൂണിവേഴ്സൽ പ്രിമൈസസ് ആൻഡ് എ പെർട്ടിക്കുലർ പ്രിമൈസ്, സോറി ഗൈസ്, ആൻഡ് എ പെർട്ടിക്കുലർ കൺക്ലൂഷൻ. ഇവിടെ ഈ പ്രിമൈസ് ഉള്ളിടത്ത് കൺക്ലൂഷൻ ആണ് കേട്ടോ, ശ്രദ്ധിച്ചില്ല ഗൈസ്, സോറി. അതായത് രണ്ട് പ്രമൈസുകൾ പെർട്ടിക്കുലർ ആവുകയും സോറി യൂണിവേഴ്സൽ ആവുകയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? രണ്ട് യൂണിവേഴ്സൽ പ്രിമൈസിൽ നിന്ന് കൺക്ലൂഷൻ എന്തായിരിക്കും? യൂണിവേഴ്സൽ ആയിരിക്കും എന്നുള്ളത്. മനസ്സിലായോ? നമ്മൾ ഇവിടുത്തെ ഫോർത്ത് വൺ നോക്കൂ. If both premises are universal, then conclusion must be universal. Conclusion must എന്തായിരിക്കും? യൂണിവേഴ്സൽ ആയിരിക്കും. ഇവിടെ നോക്കൂ, രണ്ട് യൂണിവേഴ്സൽ പ്രിമൈസുകളിൽ നിന്ന്
നമുക്ക് കിട്ടുന്നത് ഒരു പെർട്ടിക്കുലർ കൺക്ലൂഷൻ ആണ്. ഇവിടെ ഈ പ്രിമൈസ് ഇല്ലേ, അത് കൺക്ലൂഷൻ ആണ് കേട്ടോ. സോറി, PPT ഷെയർ ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റ് ചെയ്തിട്ട് അയക്കാം. ഓക്കെ, അതായത് രണ്ട് യൂണിവേഴ്സൽ പ്രിമൈസുകളിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ കൺക്ലൂഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്. ആക്ച്വലി എങ്ങനെയാ വേണ്ടത്, രണ്ട് യൂണിവേഴ്സൽ പ്രിമൈസുകളിൽ നിന്ന് യൂണിവേഴ്സൽ കൺക്ലൂഷൻ തന്നെ കിട്ടണം. അതാണ് നമ്മുടെ ഒരു റൂള്. പക്ഷെ നമുക്ക് കിട്ടിയത് എന്താണ്, നമ്മൾ എന്തൊക്കെയോ ചെയ്തപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ കൺക്ലൂഷൻ ആണ് കിട്ടിയത്. പെർട്ടിക്കുലർ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാല് സമോ സം നോട്ടോ വെച്ചിട്ടുള്ളത്. യൂണിവേഴ്സൽ പ്രിമൈസസ് എന്ന് പറഞ്ഞാല് ഓളോ നോട്ടോ വെച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്, അങ്ങനെ വന്നാൽ നമുക്ക് രണ്ട് യൂണിവേഴ്സൽ പ്രിമൈസിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ കൺക്ലൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ റീസണിങ്ങിൽ എന്തോ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്. ആ എററിനാണ് എക്സിസ്റ്റൻഷ്യൽ ഫാലസി എന്ന് പറയാം. മനസ്സിലായോ? എക്സിസ്റ്റൻഷ്യൽ ഫാലസിയും എക്സ്ക്ലൂസീവ് ഇതും മാറരുത് കേട്ടോ. എക്സിസ്റ്റൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതോ രണ്ട് യൂണിവേഴ്സിൽ നിന്ന് നമ്മുടെ ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു എക്സിസ്റ്റന്റ് ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്തിട്ട് ആലോചിച്ച് നോക്കും. ഞാൻ അങ്ങനെ ആയിരുന്നു ഓർത്ത് വെച്ചിരുന്നത്. എനിക്കിത് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലെണ്ണം മാറിയിട്ടുണ്ടായിരുന്നു. എത്ര പഠിച്ചാലും ക്വസ്റ്റ്യൻ വരുമ്പോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് ചോദിച്ചാല് പഠിച്ചു വെച്ചത് രണ്ട് യൂണിവേഴ്സിറ്റി, അങ്ങനെയാണ് ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിട്ട് ഒരു പെർട്ടിക്കുലർ എന്ന് പറയുമ്പോ ഒരു കോളേജിക്ക് വന്നവർക്ക് ഒരു എക്സിസ്റ്റൻഷ്യൽ ആയിട്ട് എന്താണ്ടാവും, ഒരിക്കൽ ആ ഒരു കംഫർട്ട്നെസ് ഉണ്ടാവില്ലല്ലോ. ഒരേ കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളുകൾക്ക് പിന്നെ കോളേജിൽ വന്ന് പഠിക്കുമ്പോൾ ഒരു തോന്നുന്ന ഒരു ഇതുണ്ടല്ലോ, അതിനാണ് എക്സിസ്റ്റൻഷ്യൽ ഫാലസി. ഞാൻ അങ്ങനെ ഓർത്തിരുന്നത്. പിന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എക്സ്ക്ലൂസീവ് എന്താണ്, നമുക്കറിയാലോ, രണ്ട് നെഗറ്റീവിൽ നിന്ന് ഒരു കൺക്ലൂഷൻ ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ഓർത്തേക്കുക. ഇത് രണ്ടും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും അറിയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഓർത്തേച്ചത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഓക്കെ, ഇപ്പൊ നോക്കൂ, എക്സാമ്പിൾ നോക്കൂ. ആൾ കാറ്റ്സ് ആർ മമ്മൽ, ഓൾ മമ്മൽസ് ഹാവ് ഹേർഡ്സ്. ഇത് രണ്ടും എന്താണ്, ഓൾ വെച്ചിട്ടുള്ള യൂണിവേഴ്സൽ അഫർമേറ്റീവ് സെന്റൻസുകളാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്നൊരു ഓൾ വെച്ചിട്ടുള്ള എന്താണ് ഒരു യൂണിവേഴ്സൽ അഫർമേറ്റീവ് സെന്റൻസ് തന്നെയാണ് കിട്ടേണ്ടത്. പക്ഷെ നമുക്ക് കിട്ടിയ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ സം കാറ്റ്സ് ഹാവ് ഹേർഡ് എന്നുള്ളൊരു പിന്നെ കൺക്ലൂഷൻ ആണ് കിട്ടിയത്. അതായത് അത് പെർട്ടിക്കുലർ ആണ്, സം വന്നു കഴിഞ്ഞാൽ പെർട്ടിക്കുലർ ആണ്. അപ്പൊ അവിടെ ഒരു എറർ സംഭവിച്ചു. ആ എററിനാണ് എക്സിസ്റ്റൻഷ്യൽ ഫാലസി എന്ന് പറയാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഇലിസിറ്റ് മേജർ, ഇലിസിറ്റ് മൈനർ, ഫാലസീസ്, എക്സ്ക്ലൂസീവ് പ്രിമൈസ്, എക്സിസ്റ്റൻഷ്യൽ ഫാലസി. ക്ലിയർ അല്ലേ? ഇനി രണ്ട്, ഫാലസീസ് ഓഫ് ഡിനൈങ് ദ ആന്റിസിഡന്റും ഫാലസി ഓഫ് അഫേമിങ് ദ കോൺസിക്വന്റും. ഇത് രണ്ടും പരസ്പരം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാലസിയാണ് കേട്ടോ. ഓക്കെ, ഇത് രണ്ട് പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഇത് ഇത്ര പറഞ്ഞതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഇതൊന്ന് നോക്കിയേ, ഇതൊന്ന് പറഞ്ഞേ. സിൻസ് ഓൾ പ്രൊഫസേഴ്സ് ആർ കോംപ്ലിമെന്റ് and some complement people are underpaid, therefore no professors are underpaid. ഇതില് all professors are complement എല്ലാം ഇങ്ങനെ ഓരോ എന്താണ് പ്രിമൈസുകളും കൺക്ലൂഷനും ഓർഡറിൽ താഴേക്ക് വരും. അങ്ങനെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ. ക്വസ്റ്റ്യനില് ചിലപ്പോ ഇങ്ങനെ ഒന്നായിട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ആൾ പ്രൊഫസേഴ്സ് ആർ കോംപ്ലിമെന്റ്, ഇതാണ് ഒന്നാമത്തെ പ്രിമൈസ്. സം കോംപ്ലിമെന്റ് പീപ്പിൾ ആർ അണ്ടർപെയ്ഡ്, ഇതാണ് രണ്ടാമത്തെ പ്രിമൈസ്. therefore no professors are underpaid. എന്താണ്, no professors are underpaid. ഇതാണ് എന്ത്, ഇതാണ് കൺക്ലൂഷൻ. അപ്പൊ നിങ്ങൾ നോക്കുക, which formal fallacy is committed in the above argument. അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഫർമേറ്റീവ് ദ കോൺസിക്വന്റും ഡെനിയിങ് ദ ആന്റിസിഡന്റും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഇതില് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ്, അത് ഇതില് ആഡ് ചെയ്തിട്ടില്ല അല്ലെ? വെരി സോറി. ഒന്നും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ ഒരു റൂള് പഠിച്ചില്ലേ, ഇതില് ഇവിടെ എന്താണ്, ദ മിഡിൽ ടേം മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ലീസ്റ്റ് വൺസ്. അത് ഞാൻ PPT ഷെയർ ചെയ്യുമ്പോൾ അതിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളൊന്നും കൂടെ ശ്രദ്ധിക്കൂ. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, മിഡിൽ ടേം രണ്ടെണ്ണത്തിലും എന്താവണം, രണ്ടെണ്ണത്തിൽ ഏതിലെങ്കിലും ഒന്ന് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് വരണം. രണ്ടിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആയി വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒന്നിലും ഡിസ്ട്രിബ്യൂട്ടഡും ഒന്നിലും അൺഡിസ്ട്രിബ്യൂട്ടഡും ആയി വരുന്നതിനും കുഴപ്പമില്ല. പക്ഷെ രണ്ടിലും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയി വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്, ഒരു എറർ ഉണ്ട്. മിഡിൽ ടേമിന്റെ കാര്യമാണ് പറയുന്നത്. രണ്ടിലും എന്നൊക്കെ പറയുമ്പോൾ മിഡിൽ ടേം രണ്ട് പ്രിമൈസുകളിലും ഉണ്ടാവും.
അല്ലെ? അപ്പോ രണ്ട് പ്രിമൈസുകളിലും മിഡിൽ ടേം ഉണ്ടാവും. ഒന്നിലെങ്കിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് വരണം. രണ്ടിലും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഫാലസി ഉണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയാ? അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ എന്ന് പറയാട്ടോ. ചേർക്കാൻ പറ്റോ? ഇതാണ് കേസ്. അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ. ദാ അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ അതാണ് പറയാ. അതായത് രണ്ടിലും രണ്ട് പ്രിമൈസുകളിലും മിഡിൽ ടേം അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഫാലസ് സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ ഫാലസ് സംഭവിച്ചത്? റൂൾ എന്താണ്? ഏതിലെങ്കിലും ഒന്നില് ഡിസ്ട്രിബ്യൂട്ടഡ് ആവണം എന്നായിരുന്നു റൂള്. പക്ഷെ രണ്ടിലും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു എറർ സംഭവിച്ചു. അതിനാണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ എന്ന് പറയുന്നത്. ഇത് നോക്കൂ, ഇത് തന്നെയാണ് അതിന്റെ എക്സാമ്പിൾ. നോക്കൂ, ഇതിൽ തന്നെ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഏതാണ് മിഡിൽ ടേം? ഈ ഒരു സിലോജിസത്തിലെ മിഡിൽ ടേം എന്ന് പറഞ്ഞേ പെട്ടെന്ന്. All professors are complement. Some complement people are underpaid. Therefore, no professors are underpaid. ഇതിൽ മിഡിൽ ടേം ഏതാണ്? അതെ, കോംപ്ലിമെന്റ് ആണ് ഇതിൽ മിഡിൽ ടേം. ഇനി നോക്കൂ, ഓൾ എന്നതിൽ കോംപ്ലിമെന്റ് വന്നിട്ടുള്ളത് ഇവിടെ പ്രെഡിക്കേറ്റ് ടേം ആയിട്ടാണ്. ഓൾ സെന്റൻസിൽ പ്രെഡിക്കേറ്റ് ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? ഓൾ സെന്റൻസിൽ, അതായത് എ സെന്റൻസിൽ പ്രെഡിക്കേറ്റ് ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പൊ ഒന്നാമത്തെ സെന്റൻസിൽ, ഒന്നാമത്തെ പ്രിമൈസിൽ മിഡിൽ ടേം എന്താണ് വന്നിട്ടുള്ളത്? അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയി വന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ സെന്റൻസ് നോക്കൂ, സം കോംപ്ലിമെന്റ് പീപ്പിൾ ആർ അണ്ടർ പെയ്ഡ്. ഇവിടെ മിഡിൽ ടേം ആയിട്ടുള്ള കോംപ്ലിമെന്റ് സം സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ടാണ് വന്നത്. നമുക്കറിയാം സമ്മിന്റെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്താണ്? അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ് അല്ലെ? സം സെന്റൻസിന്റെ ഓർമ്മയില്ലേ നമ്മുടെ ടേബിള്? ഇതാ നോക്കൂ, ടേബിള് നോക്കൂ. സം സെന്റൻസ് എന്ന് പറഞ്ഞാല് ഐ സെന്റൻസിന്റെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്താണ്? അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ രണ്ടിലും എന്താ വന്നത്? രണ്ടിലും എന്താണ്? ഒന്നാമത്തെ പ്രിമൈസിലും രണ്ടാമത്തെ പ്രിമൈസിലും നമ്മളെ മിഡിൽ ടേം വന്നത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ്. മനസ്സിലായില്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാല് ആ ഫാലസിക്കാണ് നമ്മൾ അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? ഒന്നാമത്തെയാണ്. രണ്ടിലും വന്നത് കൊണ്ട്, അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയി വന്നത് കൊണ്ട് ഇവിടെ അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ ആണ്. ക്ലിയർ ആണോ? ഇത് നോക്കിയേ ഇനി. Since no tragic actors are idiots, some comedians are not idiots. So some comedians are not tragic actors. ഏതൊക്കെയാണ് സെന്റൻസുകൾ ആയി നോക്കുക. ഫസ്റ്റ് നോ സെന്റൻസ് ആണ്, ദെൻ സം നോട്ട് ആണ്, എഗെയിൻ സം നോട്ട് ആണ്. ഏതാണ് നോക്കുക. നമ്മൾ പഠിച്ച ഓരോന്നും എല്ലാം നെഗറ്റീവായിട്ട് കാണുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മൾ വേറെ ഏതിലേക്കും പോവേണ്ട ആവശ്യമില്ല. ആദ്യം രണ്ട് നെഗറ്റീവ് ആണ്. കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടും ഓരോ കാര്യങ്ങൾ. ഇത് തുടക്കമായതുകൊണ്ടാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ. ബി പറയുന്നുണ്ട് എക്സ്ക്ലൂസീവ് പ്രിമൈസ് ഫാലസി ആണ് പറയുന്നത്. ആണോ? അതെ, നമുക്ക് നോക്കാം. നമുക്ക് ഒറ്റടിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടത് എന്താണ്? ഇലിസിറ്റ് മേജർ, ഇലിസിറ്റ് മൈനർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. നോ ഇവിടെ നോ ഒന്നാമത്തെ പ്രിമൈസ് നോക്കൂ. നോ വെച്ചിട്ടാ തുടങ്ങുന്നത്. നെഗറ്റീവ് സെന്റൻസ് ആണ്. സം കൊമേഡിയൻ ആർ നോട്ട്, സം നോട്ട് ആണ്. എഗെയിൻ നെഗറ്റീവ് സെന്റൻസ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് നെഗറ്റീവ് സെന്റൻസിൽ നിന്ന് എന്താണ് ഒരു കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുക്കാൻ പറ്റൂല. അങ്ങനെ ഒരു കൺക്ലൂഷൻ ഇവിടെ ഡ്രോൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനാണ് നമ്മൾ എന്താ പറയാ? ഫാലസി ഓഫ് എക്സ്ക്ലൂസീവ് പ്രിമൈസ് എന്ന് പറയാ. രണ്ട് നെഗറ്റീവിൽ നിന്ന് കൺക്ലൂഷൻ ഇല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളെ ക്വസ്റ്റ്യനിലെ സിലോജിസത്തിൽ. അപ്പൊ അവിടെ ഉള്ള ഫാലസിയാണ് എക്സ്ക്ലൂസീവ് പ്രിമൈസ് ഫാലസി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇതൊക്കെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഇനി നോക്കൂ, ഇത് നോക്കൂ. ഐഡന്റിഫൈ എന്നാണ്. Identify the fallacy. All cats are animal. All dogs are animal. Therefore, all dogs are cats. ഏത് വരും? പറഞ്ഞേ.
ഓരോന്ന് നോക്കുക. ഫസ്റ്റ് ഏതാണ് എക്സിസ്റ്റൻഷ്യൽ ഫാലസി? എക്സിസ്റ്റൻഷ്യൽ ഫാലസി എന്തായിരുന്നു? ആ ഒരു എക്സിസ്റ്റന്റിന്റെ കാര്യം പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ വെച്ച് ആലോചിച്ചാൽ മതി. അതായത് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കോളേജിൽ അപ്പോ രണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ വന്നിട്ടുണ്ടോ നോക്കുക. ഇല്ല, എല്ലാം ഓൾ സെന്റൻസ് ആണ്. അപ്പൊ എക്സിസ്റ്റൻഷ്യൽ ഫാലസി അല്ല. പിന്നെ ഫാലസി ഓഫ് ഫോർ ടേംസ്, അതെന്താന്ന് പറഞ്ഞുതരാം കേട്ടോ. ഫാലസി ഓഫ് ഫോർ ടേംസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇതിലൊക്കെ എത്ര ടേം, നമ്മൾ ഈ ഒരു സിലോജിസത്തിൽ എത്ര ടേമുകളാണ് ഉള്ളത്? ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു പ്രെഡിക്കേറ്റ് ഉണ്ട്, ഒരു സോറി ഒരു മേജർ ടേം ഉണ്ട്, ഒരു മൈനർ ടേം ഉണ്ട്, ഒരു മിഡിൽ ടേം ഉണ്ട്, അല്ലെ? അതിന്റെ അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും വാക്കുകൾ ഈ ക്വാണ്ടിഫയേഴ്സിന് കോപ്പുലനൊന്നും കൂട്ടണ്ട. നമ്മൾ മെയിൻ ആയിട്ട് പറയുമ്പോ ഒരു മേജർ ടേം, ഒരു മൈനർ ടേം, ദെൻ ഒരു മിഡിൽ ടേം, 3 ടേമുകളാണ് ഇവിടെ ഉള്ളത്. ഇനി ചില എക്സാമ്പിൾസിലൊക്കെ ഒരുപാട് ടേം ഒക്കെ തരും. ഇങ്ങനെ ഇപ്പൊ ഓൾ കേർഡ്സ് ആർ മമ്മൽ, ഓൾ ഡോഗ്സ് ആർ അനിമൽ, ദെയർഫോർ ഓൾ പെറ്റ്സ് ആർ കാറ്റ്സ്. ഇവിടെ ഈ പെറ്റ് ഇവിടെ എവിടെയില്ല. അപ്പൊ ഈ ഒരു സിലോജിസത്തില് എന്താണ് 4 ടേം വന്നു. അപ്പൊ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പെറ്റ് എന്നുള്ള ഈ ഒരു പ്രിമൈസിലുണ്ടോ? ഇല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഈ പ്രിമൈസുകളിൽ ഇല്ലാത്ത ഒരു വേർഡ്, മനസ്സിലായോ? പ്രിമൈസുകളിൽ ഇല്ലാത്തൊരു വേർഡ് കൺക്ലൂഷനിൽ തന്നു കഴിഞ്ഞാൽ അങ്ങനെ അതാണ് ഫാലസി ഓഫ് ഫോർ ടേംസ് എന്നൊക്കെ പറഞ്ഞു വരാറുള്ളത്. അതൊക്കെ എങ്ങനെ ഓപ്ഷൻസിലാണ് കേട്ടോ ഉണ്ടാവുള്ളൂ. അതങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും നിങ്ങൾ ഓർത്തിരിക്കണം. അങ്ങനെ നാലാമതായിട്ടൊരു വേർഡ് നമ്മളെ കൺക്ലൂഷനിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഫാലസി ഓഫ് ഫോർ ടേംസ് ആണ്. നമ്മൾ അങ്ങനത്തെ ഒരു സിലോജിസം പഠിച്ചിട്ടില്ല. ഓക്കെ, ആൻസേഴ്സ് പറഞ്ഞോ? ഡി വന്നിട്ടുണ്ട്, അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ വന്നിട്ടുണ്ട്. ദെൻ ഓക്കെ, എല്ലാവരും ഡി ആണ് പറയുന്നത്. നോക്കാം, അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ ടേം തന്നെയാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ നോക്കുക, ഓൾ കാറ്റ്സ് ആർ അനിമൽ. ആൾ സെന്റൻസിൽ ഏതാണ് മിഡില്? അനിമൽ, അനിമൽ, ഇതാണ് മിഡിൽ ടേം. ഇത് ഓൾ സെന്റൻസിൽ പ്രെഡിക്കേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എഗെയിൻ ഓൾ സെന്റൻസ് ആണ്, അതിലും പ്രെഡിക്കേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓൾ ടേമിലെ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാല് അത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രിമൈസ് ഏതെങ്കിലും ഒരു പ്രിമൈസിൽ എന്താവണം? ശരിക്കും എന്താണ് വാലിഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റിന് ഏതെങ്കിലും ഒരു പ്രിമൈസിൽ മിഡിൽ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇവിടെ രണ്ടും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ ഫാലസി ആണ്. ഓക്കെ, നെക്സ്റ്റ് ഐഡന്റിഫൈ ദ ഫാലസി. സം Spaniards are not good. ഒന്ന് വായിച്ചേ. പെട്ടെന്ന് കേട്ടോ, ടൈമില്ല, ഒന്ന് പെട്ടെന്ന്. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുവരെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആവും, അപ്പൊ സ്പീഡൊക്കെ കൂടും. എക്സ്ക്ലൂസീവ് പ്രിമൈസ് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നോക്കാം, 2 നെഗറ്റീവിന്റെ കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ല, ഇവിടെ ഓൾ വന്നതുകൊണ്ട് അതല്ല. ദെൻ അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ നോക്കുക, മിഡിൽ ടേം നോക്കുക. ഇതിൽ ഏതാണ് മിഡിൽ ടേം? സ്പാനിയസ് എന്നാണ്. അതിൽ ഏതിലെങ്കിലും ഒന്നില് മിഡിൽ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുണ്ടോ? ഉണ്ട്. സ്പാനിയസ് എന്നുള്ളത് ഓൾ, രണ്ടാമത്തെ പ്രിമൈസ് നോക്കൂ, ഓൾ സ്പാനീസ് ആർ ജെന്റിഡോസ് ആണ്. അപ്പോ ഇതിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓൾ സെന്റൻസിൽ സബ്ജക്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, അല്ലെ? അപ്പൊ സ്പാനീസ് എന്നുള്ളത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിലല്ല, അല്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇലിസിറ്റ് മേജറും ഇലിസിറ്റ് മൈനറും ആണ്. ഇലിസിറ്റ് മേജർ എന്താണ്? മേജർ ടേം എന്ന് പറഞ്ഞാല് ഗുഡ് ഹണ്ടേഴ്സ്. ഗുഡ് ഹണ്ടേഴ്സ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയി വരികയും ഇത് എന്താണ് എന്താണ് പ്രിമൈസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയി അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയി വരികയും ഇവിടെ കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയി വരികയും ചെയ്തിട്ടുണ്ടോ നോക്കുക. ഇപ്പൊ മേജർ ടേം ഗുഡ് ഹണ്ടേഴ്സ് ആണ്. നോ സെന്റൻസിൽ എന്താണ്? സബ്ജക്ട് ടേം എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇവിടെയോ സംനോട്ടിൽ എന്താണ്? സംനോട്ടിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പൊ ഇവിടെയല്ല, രണ്ടിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആയി വന്നിട്ടുള്ളത്. നമുക്ക് വേണ്ടത് എറർ എപ്പോഴാ സംഭവിക്കുക? പ്രിമൈസിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയും കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയും ചെയ്യുമ്പോഴാണ് എറർ സംഭവിക്കുക. ഇവിടെ രണ്ടിലും പ്രിമൈസിലും കൺക്ലൂഷനിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്.
സോ നോ പ്രോബ്ലം. അപ്പൊ അതുമല്ല, ഇലിസിറ്റ് മേജറും അല്ല. ദെൻ ഇലിസിറ്റ് മൈനർ നോക്കുക. ഏതാണ് മൈനർ ടേം? ജെന്റിൽ ഡോഗ്സ് എന്നുള്ളതാണ് മൈനർ ടേം. നോ മൈനർ ജെന്റിൽ ഡോഗ്സ് എന്നുള്ളത് നോ സെന്റൻസ് ആണ് കൺക്ലൂഷൻ ഉള്ളത്. ഇത് മൈനർ ടേം എന്താണ്? നോയില് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇനി പ്രിമൈസിൽ നോക്കൂ. ജെന്റിൽ ഡോഗ്സ് എന്നുള്ളത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് വന്നത്. മനസ്സിലായോ? ഓൾ സെന്റൻസിൽ പ്രെഡിക്കേറ്റ് ടേം എന്താണ്? അൺഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പൊ ഇവിടെ ഒരു എറർ ഉണ്ട്. നമുക്ക് വേണ്ടിയിരുന്നത് എങ്ങനെയാണ്? രണ്ടിലും ഡിസ്ട്രിബ്യൂട്ടഡോ അല്ലെങ്കിൽ രണ്ടിലും അൺഡിസ്ട്രിബ്യൂട്ടഡോ വരേണ്ടിയിരുന്നു. പക്ഷെ ഇവിടെ പ്രിമൈസിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയും കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയും വന്നു. അതായത് മൈനർ ടേം. അപ്പോ ഇലിസിറ്റ് മൈനർ. ഓക്കെ, എല്ലാവരും ക്ലിയർ ആക്കിയിട്ടുണ്ട്? ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഓക്കെ. All men who understand women are potentially perfect husband. All potentially perfect husbands are men of infinite patience. സെന്റൻസിന്റെ അർത്ഥമൊക്കെ വായിക്കുമ്പോൾ ശരിയാവും അല്ലെ? Therefore, some men of infinite patience are men who understand women. Okay, അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഇതിൽ ഫാലസി ഏതാണെന്ന് പറഞ്ഞാൽ മതി. ഓൾ എന്നാ വന്നിട്ടുള്ളത്. ഓക്കെ, ടൈം കളയുന്നില്ല. ഇവിടെ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? രണ്ട് യൂണിവേഴ്സൽ, അതായത് യൂണിവേഴ്സിറ്റിയിൽ വന്ന് പഠിച്ച ആൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കോളേജിൽ വന്ന് പഠിക്കുമ്പോൾ തോന്നുന്ന ഒരു എക്സിസ്റ്റന്റ് ആയിട്ട് തോന്നുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് ഇവിടെ സംഭവിച്ചത്. ഓൾ രണ്ട് യൂണിവേഴ്സൽ പ്രിമൈസുകളിൽ നിന്ന് ഇവിടെ ശരിക്കും എന്താ വരേണ്ടത്? വീണ്ടും യൂണിവേഴ്സിറ്റിയിൽ തന്നെ ആയിരുന്നു അയാൾ പഠിക്കേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ കോളേജിൽ വന്നു. അതാണ് എന്ത്? എക്സിസ്റ്റൻഷ്യൽ ഫാലസി. മറ്റേതൊന്നും നോക്കണം. ഇവിടെ ഒന്നാമത്തതിന് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഓൾ രണ്ട് യൂണിവേഴ്സൽ പ്രിമൈസസ് ആണ്. ഇവിടെ ഏതാണ് വന്നത്? സം നോട്ടാണോ? സം ആണ്. സം നോട്ടില്ല. സം നോട്ട് വന്നാലും എന്താണ് തന്നെയാണ്, അത് പെർട്ടിക്കുലർ തന്നെയല്ലേ? ഓക്കെ, ഇവിടെ സം സെന്റൻസ് ആണ് വന്നത്. അതായത് രണ്ട് യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വന്നു. അപ്പോ അവിടെ എക്സിസ്റ്റൻഷ്യൽ ഫാലസി സംഭവിച്ചു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് നോക്കൂ. All athletes are sports persons. No actors is an athlete. Therefore, no actors are sports person. ഏതാ നോക്ക്. വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. ഓക്കെ, നോക്കാം. നോക്കിക്കോളൂ. ഇവിടെ ഏതായാലും എക്സ്ക്ലൂസീവും എക്സിസ്റ്റൻഷ്യലും ഒന്നും അല്ല. നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം എന്താണ്? രണ്ട് നെഗറ്റീവ് വന്നിട്ടില്ല, രണ്ട് യൂണിവേഴ്സിലും വന്നിട്ടില്ല. അപ്പൊ അതിനെ രണ്ടിനും നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. നമ്മൾ എലിമിനേറ്റഡ് മെത്തേഡ് ഒക്കെ യൂസ് ചെയ്യാട്ടോ. അതായത് ആൻസർ എല്ലാം ഉറപ്പുള്ളതിനെ ഒഴിവാക്കിയിട്ട് ബാക്കി രണ്ടെണ്ണത്തിലേക്ക് നോക്കുക. ഇലിസിറ്റ് മേജറും ആണ്, ഇലിസിറ്റ് മൈനറും ആണ്. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ കൺക്ലൂഷനിലേക്ക് നോക്കുക. മേജർ നോക്കാം ഫസ്റ്റ്, അല്ലെങ്കിൽ മൈനർ നോക്കാം ഫസ്റ്റ്. മൈനർ ടേം നോയില് ആക്ടേഴ്സ് എന്നാണ്. അതില് നോ സെന്റൻസിൽ എന്താണ് ആക്ടേഴ്സ് എന്നുള്ളത് മൈനർ ടേം എന്തായിട്ടാ വന്നിട്ടുള്ളത്? നോ സെന്റൻസിൽ സബ്ജക്ട് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് അല്ലെ? നോ സെന്റൻസിൽ. ഇനി ആക്ടേഴ്സ് ഏതിലാ വന്നത്? ഇവിടെ ഇതാ ഈ സെന്റൻസിലാ വന്നിട്ടുള്ളത്. ഇവിടെയും നോ സെന്റൻസിൽ തന്നെയാണ് മൈനർ ടേം വന്നിട്ടുള്ളത്. എഗെയിൻ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. രണ്ടിലും ഡിസ്ട്രിബ്യൂട്ടഡ് വന്നു. അപ്പൊ ഇവിടെ ഒരു ഫാലസി ഒന്നും ഇല്ല. നമുക്ക് എങ്ങനെ വന്നാലാ ഫാലസി ഉണ്ടാവുക? ഇവിടെ കൺക്ലൂഷൻ ഡിസ്ട്രിബ്യൂട്ടഡും ഇവിടെ അൺഡിസ്ട്രിബ്യൂട്ടഡും ആയി വരണം, എന്നാലേ ഫാലസി ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ ആക്ടേഴ്സ് മൈനർ ടേം രണ്ടിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആയി വന്നത്. അപ്പൊ അവിടെ ഒരു എന്ത് ഫാലസി ഇല്ല. ഇനി അടുത്ത നമ്മൾ ആരെ നോക്കണം? മേജർ ടേമിനെ നോക്കണം. സ്പോർട്സ് പേഴ്സൺ എന്നുള്ളതാണ്. നോ സെന്റൻസിൽ രണ്ടും ഡിസ്ട്രിബ്യൂട്ടഡ് തന്നെയാണ്. അപ്പൊ ഇവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇനി ഏത് പ്രിമൈസിലാണ് മേജർ ടേം ഉള്ളത് നോക്കാം? സ്പോർട്സ് പേഴ്സൺ ആളിലാണ്.
അപ്പൊ നമുക്കറിയാം ഓൾ സെന്റൻസിൽ പ്രെഡിക്കേറ്റ് ടേം അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ് അല്ലെ. അപ്പൊ അതെന്താണ്, അപ്പൊ അവിടെ ഇല്ലിസിറ്റ് മേജർ ഫാലസിയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനിയൊക്കെ മറ്റേ ഇതിനാണ്, അതും കൂടെ പറയാം. അപ്പൊ ഇല്ലിസിറ്റ് മേജർ, ഇല്ലിസിറ്റ് മൈനർ, അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ, അതുപോലെ തന്നെ എക്സിസ്റ്റൻഷ്യൽ ഫാലസി, എക്സ്ക്ലൂസീവ് ഫാലസി, ഇത്രയും ക്ലിയർ ആണല്ലോ. ക്ലിയർ അല്ലേ? ഈ ഒരു 6 ഫാലസികൾ ക്ലിയർ അല്ലേ? അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ സ്ലൈഡ് ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞു ഒന്നിൽ എന്ത് വേണം, ഒന്നിലെങ്കിലും മിഡിൽ ടൈം ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കണം. ഞാൻ PPT ഷെയർ ചെയ്യുമ്പോൾ ആഡ് ചെയ്യാം കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനിയാണ് ഫാലസി ഓഫ് ഡിനൈങ് ദ ആന്റിസിഡന്റും ഫാലസി ഓഫ് അഫേമിങ് ദ കോൺസിക്വൻസ്. എന്താ, റീസെന്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണുന്നതാണ് കേട്ടോ, അങ്ങനെ ശ്രദ്ധിച്ചിരിക്കാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കണ്ട, ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഇൻവേഴ്സ് എറർ ഓർ ഇൻവേഴ്സ് ഫാലസി, ഇങ്ങനെയൊക്കെ വരാട്ടോ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ. ഓക്കെ, പേരുകള് സെക്കൻഡ് നെയിം ഒക്കെ നോർത്ത് വെക്കുക. ഇത് എപ്പോഴാ വരിക? ഇത് ഈ ഫാലസി ആണോ എന്താണ് പിന്നെ തന്നിരിക്കുന്ന സെന്റൻസുകളിൽ ഉള്ളത് എന്നുള്ളത് ആദ്യം തന്നെ നമുക്ക്, അതായത് ഡിനൈങ് ആന്റിസിഡന്റ് ആണോ അഫേമിങ് കോൺസിക്വന്റ് ആണോ എന്നുള്ളത്, രണ്ടിലും ഏതാന്നുള്ളത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റൂല, അത് നമ്മൾ നോക്കണം. പക്ഷെ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതായത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റുകളിലാണ് ഈ രണ്ട് ഫാലസി വരെ. എന്താ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്? ആ സ്റ്റേറ്റ്മെന്റ് എന്താ, ഇഫ് വെച്ചിട്ട് തുടങ്ങുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഇഫ് ആൻഡ് ദെൻ എന്നുള്ള ഒരു സംഭവം ആ ഒരു പ്രിമൈസുകളിൽ ഉണ്ടോ നോക്കുക. എന്നാൽ മറ്റ് രണ്ട് ഓപ്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക. ദെൻ അപ്പൊ ഒന്നെങ്കിൽ ഡെനീ ദ ആൻസിഡന്റോ അല്ലെങ്കിൽ അഫേമിങ് ദ കോൺസിക്വന്റ് ഫാലസിയോ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഈഫ് ആൻഡ് ദെൻ. അതായത് ഇപ്പൊ നോക്കൂ, ഇഫ് ഇറ്റ് ബാർക്ക് ഇറ്റ് ഈസ് എ ഡോഗ്, ദെൻ ഇറ്റ് ഡസന്റ് ബാർക്ക്. അങ്ങനെ ഈഫ് വെച്ചിട്ട് തുടങ്ങുന്ന ഒരു സെന്റൻസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ദെൻ ആഡ് ചെയ്യാണ്ട് കേട്ടോ, അത് മറന്നതാണ്. ഇഫ് ഇറ്റ്സ് ബാർക്ക് ദെൻ ഇറ്റ് ഈസ് എ ഡോഗ് കേട്ടോ, ഇവിടെ ദെൻ ഉണ്ട്. അങ്ങനെ ഇഫ് ആൻഡ് ദെൻ സെന്റൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു വോയിസ് ഇടക്കൊന്ന് ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഇഫ് ആൻഡ് ദെൻ ഉള്ള സെന്റൻസ് ആണോ എന്ന് നോക്കുക. പ്രിമൈസുകളിൽ ഇഫ് ആൻഡ് ദെൻ ഉണ്ടോ എന്ന് നോക്കുക. ദെൻ അപ്പൊ അതില് ഡിനൈങ് ദ ആന്റിസിഡന്റോ അഫേമിങ് ദ കോൺസിക്വന്റോ ആയിരിക്കും. ഓക്കെ, പിന്നെ നോക്കുക നമ്മള് എന്താണ് ആന്റിസിഡന്റ്, എന്താണ് കോൺസിക്വന്റ് നോക്കാം. ഈഫിന്റെ ഒപ്പം വരുന്ന പാർട്ടിനെ നമ്മൾ ആന്റിസിഡന്റ് എന്നും ദെന്നിന്റെ കൂടെ വരുന്നതിനെ നമ്മൾ കോൺസിക്വന്റ് എന്നുമാണ് പറയാം. അപ്പോ ഇതുവരെ നമ്മൾ സബ്ജക്ട് പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞ പോലെ ഈഫിന്റെ കൂടെ വരുന്ന, അതായത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാം ഇഫ് സെന്റൻസ് ആണോ നോക്കുക. എന്നാൽ മറ്റേ ഒന്നുകിൽ ഡെനീന്റെ ആന്റിസിഡന്റോ അഫേമിങ് കോൺസിക്വന്റോ ആയിരിക്കും. ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ടത് ഈഫിന്റെ കൂടെ വരുന്നതിനെ നമ്മൾ ഈഫിന്റെ കൂടെ വരുന്ന ഇഫ് ഇറ്റ് ബാർക്ക്, ഇവിടെ ഇറ്റ് ബാർക്ക് എന്നുള്ളതാണ് എന്ത്, ആന്റിസിഡന്റ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എ ഡോഗ് എന്നുള്ളതാണ് കേട്ടോ ഇവിടെ. ആ ദെന്നിന് ശേഷം വരുന്ന ഇറ്റ് ഈസ് എ ഡോഗ്, ഇതാണ് ഇവിടെ എന്ത്, കോൺസിക്വന്റ്. അപ്പൊ എന്താണ് ആന്റിസിഡന്റ്, എന്താണ് കോൺസിക്വന്റ്? ആന്റിസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇഫിന്റെ കൂടെ വരുന്ന പാർട്ടിനെ നമ്മൾ ആന്റിസിഡന്റ് എന്നും ദെന്നിന്റെ കൂടെ വരുന്ന പാർട്ടിനെ നമ്മൾ കോൺസിക്വന്റ്. ഈ പി ആണ് എന്ത്, ആന്റിസിഡന്റ്. ദെൻ വരുന്ന കഴിഞ്ഞിട്ട് വരുന്നതിനെ ക്യൂ എന്ന്, ക്യൂ ഇവിടെ ക്യൂ, അതിനെയാണ് നമ്മൾ കോൺസിക്വന്റ് എന്ന് പറയാം. ക്ലിയർ ആണോ? ആ രണ്ട് സംഭവങ്ങൾ ക്ലിയർ ആയില്ലേ? ഒന്നെങ്കിൽ ഇഫ് ആൻഡ് ദെൻ വരുമ്പോഴാണ് ഫാലസി ഓഫ് ഡിനൈങ് ആന്റിസിഡന്റോ കൺഫേമിങ് ദ കോൺസിക്വന്റോ വരിക. നമ്മൾ ഇഫിന്റെ കൂടെ വരുന്ന പാർട്ടിനെ ആന്റിസിഡന്റ് എന്നും ദെന്നിന്റെ കൂടെ വരുന്ന പാർട്ടിനെ കോൺസിക്വന്റ് എന്ന് പറയും. ഇനി എപ്പോഴാണ് അവിടെ ഫാലസി ഉണ്ടാവുന്നത് നോക്കൂ. ഇഫ് പി ദെൻ ക്യൂ, നമ്മൾ പറയാണ് ഇഫ് ഇറ്റ് ബാർക്ക് ഇറ്റ് ഇസ് എ ഡോഗ്. ഇതാണ് നമ്മുടെ സെന്റൻസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ സെന്റൻസ്. ഞാൻ പറയണ അത് കുരയ്ക്കുകയാണെങ്കിൽ അതൊരു നായയാണ്, നമ്മൾ ഡോഗ് ആണ് നമ്മൾ പറയാണ്. പക്ഷെ അതിന്റെ അർത്ഥം ഒന്നല്ല, അതിന്റെ മറ്റൊരു ഭാഗം പറയാം. ഇഫ് ഡസന്റ് ബാർക്ക് ദെർഫോർ ഇറ്റ് ഇസ് നോട്ട് എ ഡോഗ്. അത് കുരച്ചിട്ടില്ല,
ഇറ്റ് ഡസൻ വർക്ക്, അത് കുറച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഇത് നായയല്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ചിലപ്പോഴൊക്കെ കറക്റ്റ് ആവും, പക്ഷെ എല്ലായ്പ്പോഴും കറക്റ്റ് ആവുമോ? ഈ ഒരു മുന്നത്തെ സെന്റൻസിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു സെന്റൻസ് ഡിറൈവ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫാലസി ഉണ്ട്. അത് കുറച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലായ്പ്പോഴും അത് നായ ആവണമെന്നില്ലല്ലോ. അല്ല, നായ ആയിരിക്കില്ലല്ലോ. ഇറ്റ് ഡസ് നോട്ട്, അതായത് കുറച്ചിട്ടില്ല അതുകൊണ്ട് അത് നായയല്ല, ഡോഗല്ല, നായയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കുറക്കാത്തത് കൊണ്ട് അത് എന്താണ്, വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഡോഗ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇവിടെ ഇഫ് ആൻഡ് ദെൻ സെന്റൻസിൽ ശരിക്കും എന്താണ് ഇങ്ങോട്ട് ഇറ്റ് അസ്യൂംസ് ദാറ്റ് the antecedent being false means the consequent must be false as well. This is an error because conditional statement only say that the consequent must be true when the antecedent true. അതായത് കോൺസിക്വന്റ് ഇവിടെ ഡോഗ് ട്രൂ ആയിരിക്കും, ഇവിടെയും ട്രൂ ആയിരിക്കുമ്പോ അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാതെ they do not say that the consequent is false. കോൺസിക്വന്റ് ഇത് എന്താണ്, ഈ ഇതിന്റെ ഈ ആന്റിസിഡന്റ് അല്ലെങ്കിൽ ഇതിന്റെ കോൺസിക്വന്റ്, ഇവിടുത്തെ കോൺസിക്വന്റ് നെഗറ്റീവ് ആണെങ്കിൽ, ഫോൾസ് ആണെങ്കിൽ ഇവിടെ ഈ ഇത് എന്താണ്, നെഗറ്റീവ് അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിൽ ഇത് ഫോൾസ് ആണ് എന്ന് നമ്മൾ പറയുന്നില്ല. അത് അർത്ഥാക്കുന്നില്ല. ഇഫ് ഇറ്റ് ബാർക്ക് ഇറ്റ് ഈസ് എ ഡോഗ്. ഇത്ര സെന്റൻസ് ഉള്ളു. അത് ബാർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഡോഗ് ആണ്. അതിനർത്ഥം ബാർക്ക് ചെയ്തിട്ട് എവിടെ ബാർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഡോഗ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ശരിക്കും ബാർക്ക് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അത് ഡോഗ് അല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ ഡോഗ് ആയിട്ട് ബാർക്ക് ചെയ്യാതിരുന്നൂടെ? ഡോഗ് ഉണ്ട് പക്ഷെ അതിന് ബാർക്ക് ചെയ്യാതിരുന്നൂടെ? അങ്ങനെയൊക്കെ ഒരു എന്താണ് ലോജിക്കലി അവിടെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണോ അത്? അതായത് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, ഇഫ് ആൻഡ് ദെൻ സെന്റൻസിൽ ഈ എന്താണ് ഈ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തെ മാത്രമേ അത് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ട്രൂ ആയിട്ടുള്ള കാര്യത്തെ. നെഗറ്റീവ് നമ്മൾ ഇതുകൊണ്ട് അർത്ഥാക്കുന്നില്ല, പക്ഷെ നമ്മൾ എന്താണ് അതിന്റെ നെഗറ്റീവ് കൂടി കറക്റ്റ് ആണ് എന്ന് വാദിക്കാണ്. അങ്ങനെ ഒരു പിന്നെ ഫാലസി വന്നാൽ അതിനെയാണ് നമ്മൾ ഡിനൈങ് ദ ആന്റിസിഡന്റ് എന്ന് പറയാം. നിങ്ങള് ക്വസ്റ്റ്യൻസിൽ ഇത്ര നോക്കിയാൽ മതി, അതിന്റെ ഒരു മീനിങ് വൈസ് ഇഫ് ആൻഡ് ദെൻ ഉണ്ടാവും ക്വസ്റ്റ്യനില്. ദെൻ ആദ്യം ഒരു പോസിറ്റീവ് ടേമും പോസിറ്റീവും അതിന്റെ സെക്കൻഡ് പാർട്ടിൽ അതിന്റെ നെഗറ്റീവും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കണ്ട, ഫാലസി ഓഫ് ഡിനൈങ് ദ ആന്റിസിഡന്റ് ആയിരിക്കും. സെയിം മുകളിലെ സെന്റൻസിന്റെ ഇഫ് ഇറ്റ് ബാർക്ക് എന്നുള്ളത് ഇറ്റ് ഡസൻ ബാർക്ക് therefore ഇറ്റ്സ് നോട്ട് എ ഡോഗ്. മുകളിലെ സെന്റൻസിന്റെ താഴത്തെ സെന്റൻസ് രണ്ടിന്റെയും നെഗറ്റീവോട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ഫാലസി ഓഫ് ഡിനൈങ് ദ ആന്റിസിഡന്റ് ആണെന്ന് മനസ്സിലാക്കുക. മീനിങ് വൈസ് നോക്കുമ്പോൾ ലോജിക് പരമായിട്ട് നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, അതായത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, അതിന്റെ നെഗറ്റീവിന്റെ കാര്യം അതുകൊണ്ട് അർത്ഥാക്കുന്നേ ഇല്ല. പക്ഷെ ഒരാൾ അങ്ങനെ പോസിറ്റീവ് പറഞ്ഞ ഉടനെ നെഗറ്റീവ് അതിന്റെ എതിരാണ് നമ്മൾ അങ്ങനെ വിശ്വസിച്ചു അല്ലെങ്കിൽ പറഞ്ഞു, അപ്പൊ അവിടെ എന്താണ് ഒരു എറർ ഉണ്ട്. ആ എററിനാണ് നമ്മൾ ഡിനൈങ് ദ ആന്റിസിഡന്റ് പറയാം. എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ദെൻ ഉണ്ടോ നോക്കുക, ആദ്യത്തെ സെന്റൻസിന്റെ സെയിം നെഗറ്റീവ് സെന്റൻസ് അടുത്തതിലുണ്ടോ നോക്കുക, ദെൻ ഒന്ന് നോക്കാല ഫാലസി ഓഫ് ഡിനൈങ് ദ ആന്റിസിഡന്റ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി എന്താണ് ഫാലസി ഓഫ് അഫേർമിംഗ് ദ കോൺസിക്വന്റ്? An error in formula where if the consequent is said to be true, then the antecedent is said to be true. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ നേരെ വിപരീതം നമ്മൾ പറയുകയാണെ, ആദ്യം നമ്മൾ പറഞ്ഞു ആന്റിസിഡന്റ് ട്രൂ ആണെന്ന് പറഞ്ഞപ്പോൾ കോൺസിക്വന്റ് ഫാൾസ് ആണ് നമ്മളാണ് വിശ്വസിക്കുക. ഇവിടെ നേരെ തിരിച്ച് എന്താണ്, കോൺസിക്വന്റ് എന്താണ് ട്രൂ ആയതുകൊണ്ട് ആന്റിസിഡന്റും ട്രൂ ആണ് എന്ന് നമ്മളാണ് വിശ്വസിക്കുക. ഇഫ് പി ദെൻ ക്യൂ, ക്യൂ ഉണ്ട് therefore പി. ഇങ്ങനെ എക്സാമ്പിൾ നോക്കുക, അപ്പൊ മനസ്സിലായി. ഇഫ് ടാക്സസ് ആർ ലോവേർഡ്, ടാക്സസ് ഒക്കെ ലോവർ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഹാവ് മോർ മണി ടു സ്പെൻഡ്. എനിക്ക് ഒരുപാട് മണി സ്പെൻഡ് ചെയ്യാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിൽ നിന്ന് ഇങ്ങനെ ഒരു അർത്ഥം കിട്ടുന്നുണ്ടോ? ഐ ഹാവ് മോർ മണി ടു സ്പെൻഡ്, എനിക്ക് കുറെ എന്താണ് സ്പെൻഡ് ചെയ്യാനുള്ള മണി ഉണ്ട്, അതുകൊണ്ട് തന്നെ therefore tax must have been lowered, എനിക്ക് ടാക്സ് ഒക്കെ കുറച്ച് തരണം. അങ്ങനെ ഒരു മീനിങ് അതിൽ നിന്ന് കിട്ടുമോ? ഇല്ലല്ലോ. ഇവിടെ എന്താണ് ലോജിക് പരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ എന്താണ് കോൺസിക്വന്റ് ട്രൂ ആയപ്പോ ഇവിടുത്തെ ആന്റിസിഡന്റ് ട്രൂ ആയപ്പോ കോൺസിക്വന്റ് ട്രൂ ആയിരുന്നു.
പക്ഷെ നമ്മൾ രണ്ടാമത്തെ സെന്റൻസിൽ പറയുന്നത് എന്താണ്? കോൺസിക്വന്റ് ട്രൂ ആണ്, അതുകൊണ്ട് പിന്നെ എന്താണ് നമ്മളെ ആന്റിസിഡന്റും ട്രൂ ആണ് നമ്മൾ പറയാം. അതായത് കോൺസിക്വന്റ് ട്രൂ ആണ് ഇവിടെ, ട്രൂ ആയതുകൊണ്ട് പിന്നെ എന്താണ് കോൺസിക്വന്റ് ട്രൂ ആയതുകൊണ്ട് നമ്മളെ ആന്റിസിഡന്റും ട്രൂ ആവണം എന്ന് പറയാം. അതിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടോ? ഇല്ല. അങ്ങനെ വരുന്നതിനാണ് ഫാലസി ഓഫ് അഫേമിംഗ് ദ കോൺസിക്വന്റ്. അതിന്റെ ലോജിക് പരമായിട്ടുള്ള ഒരു കണക്ഷൻ അങ്ങനെയാണ്. അതായത് രണ്ട് സെന്റൻസ് തന്നു, ഒന്ന് ഇവിടെ നിങ്ങൾ പ്രിമൈസ് കൺക്ലൂഷൻ അങ്ങനെ ഒരു രീതിയിലേക്ക് വരരുത്. എന്താ നിങ്ങൾ ആലോചിക്കേണ്ടത്? പിന്നെ ആന്റിസിഡന്റും കോൺസിക്വന്റും, ആന്റിസിഡന്റും കോൺസിക്വന്റും. ഓക്കെ അല്ലേ? ഈ ആന്റിസിഡന്റ് ഒരു സെന്റൻസ്, ആന്റിസിഡന്റിന്റെ കോൺസിക്വൻസ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാണ് ഈ കോൺസിക്വൻസ് ട്രൂ ആകുന്ന ഒരു സെന്റൻസിൽ എന്തുമായിരിക്കണം? പിന്നെ ആന്റിസിഡന്റും ട്രൂ ആണ് നമ്മൾ വാദിക്കാം. ഒരാൾ പറയാണ് ഇത് ഓക്കെ ആണെങ്കിൽ ഇത് ഓക്കെ ആണ്, അപ്പൊ നമ്മൾ പറയാണ് ഇത് ഓക്കെ ആണെങ്കിൽ ഇതും ഓക്കെ ആവണം. അങ്ങനെയല്ലല്ലോ, ഒന്ന് ഓക്കെ ആണെന്ന് വിചാരിച്ചിട്ട് മറ്റേത് ഓക്കെ ആണ്, പക്ഷെ രണ്ടാമത് ഓക്കെ വിചാരിച്ചിട്ട് ഒന്നാമത്തത് ഓക്കെ ആവണം നിർബന്ധമൊന്നുമില്ലല്ലോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ആന്റിസിഡന്റ് ട്രൂ ആയപ്പോ കോൺസിക്വന്റും ട്രൂ ആയി. ഇപ്പൊ ഒരാൾ പറയാണ് അതേ സംഭവത്തിന്റെ തന്നെ കോൺസിക്വന്റ് ട്രൂ ആണെങ്കിൽ പിന്നെ ആന്റിസിഡന്റും ട്രൂ ആവണം എന്ന് പറയാം. അതിലൊരു ലോജിക് ഇല്ല. അതിനാണ് ഫാലസി ഓഫ് അഫേമിംഗ് ദ കോൺസിക്വന്റ്. ഇനി എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ദെൻ സെന്റൻസ് ആണ്. അതിൽ പിന്നെ ആദ്യം പറഞ്ഞ സെന്റൻസിന്റെ തിരിച്ചിട്ടിട്ട് പറഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലെങ്ങനെയായിരുന്നു? ഇതില് ഡസൻ ബാർക്ക് therefore it is not a dog. ഇതിന്റെ നേരെ നെഗറ്റീവ് സെന്റൻസുകളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലെന്താണ്? ഇതില് ആദ്യം പറഞ്ഞത് വീണ്ടും തിരിച്ചു പറഞ്ഞിട്ട് വാദിക്കാണ് ഒരാള്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് ഒരാൾ പറയുന്നുണ്ട് സെന്റൻസ് വന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? അതിനാണ് ഫാലസി ഓഫ് അഫേമിംഗ് ദ കോൺസിക്വന്റ് എന്ന് പറയാം. അത് എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവട്ടോ. ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ഇത് നോക്കിയേ, നമ്മളിപ്പോ ഫാലസി ഓഫ് ഡെനീൻ ദ ആന്റിസിഡന്റും ഫാലസി ഓഫ് അഫേമിംഗ് ദ കോൺസിക്വൻസും, അത് രണ്ടുമാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇത് പറഞ്ഞതിന് മുന്നേ ഒരു മിനിറ്റ് ഇത് പറയും. ഇത് നോക്കിക്കോളൂ. Which of the former fallacy is committed in the following argument? If your pet is a cat, then it is a tail. Your pet is not a cat, therefore your pet does not have a tail. ഏത് വരും? ആദ്യം നോക്കേണ്ട എന്താണ്? ഇഫ് ആൻഡ് ദെൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെന്താണ്? നമുക്ക് ഉറപ്പായി ഒന്നുകിൽ ആന്റിസിഡന്റ് കോൺസിക്വന്റ് വരുന്ന ഏതെങ്കിലും ഫാലസി ആണ് നമുക്ക് ഉറപ്പായി. ഓക്കെ, നമ്മള് നേരത്തെ പറഞ്ഞ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞു രണ്ട് സെന്റൻസും, ആദ്യം ഒരു സെന്റൻസും പിന്നെ മറ്റൊരു സെന്റൻസും പറഞ്ഞു. അതിന്റെ ഇഫ് ആൻഡ് ദെൻ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് സെന്റൻസിൽ അതിന്റെ നേരെ നെഗറ്റീവ് സെന്റൻസ് ആണ് വരുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും നോക്കാല്ല, ഡെനീൻ ദ ആന്റിസിഡന്റ് ആണ്. ഡെനീൻ എന്ന് പറഞ്ഞാൽ തന്നെ എതിർക്കുക, നെഗറ്റീവ് എന്നുള്ള ഒരു മീനിങ് അല്ലേ, അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇത് എന്താണ്? ഡെനീൻ ദ ആന്റിസിഡന്റ് ഫാലസി ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ ഗൈസ്? ഇത് നോക്കുന്നു. ഇനി എഫ് റാമിറസിസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇഫ് ആൻഡ് ദെൻ ഉണ്ട്, ദെൻ എക്സിസ്റ്റൻഷ്യൽ ഫാലസിയും അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഡെനീൻ ദ ആന്റിസിഡന്റ് അഫേമിംഗ് ദ കോൺസിക്വന്റ് ആണ്. ബി പറഞ്ഞിട്ടുണ്ട്, അഫേമിംഗ് ദ കോൺസിക്വന്റ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. If Ramirez is a member of the Animal Rights Society, then he composes COP 5. നമ്മൾ രണ്ട് ഇഫ് ആൻഡ് ദെൻ രണ്ട് സെന്റൻസ് പറഞ്ഞു.
ഒന്ന് ഇതിൽ ഈഫിന്റെ ഒപ്പം ഉള്ളത് ആന്റിസിഡന്റും ആണ്, ദെന്നിന്റെ കൂടെ ഉള്ളത് കോൺസിക്വൻസ് ആണെന്ന് പറഞ്ഞു. ഇനി പിന്നെ എന്താ പറഞ്ഞത്? ഒന്ന് ആദ്യം പറഞ്ഞ സെന്റൻസിനെ നെഗറ്റീവ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. റാമിറേസ് ഓപ്പോസിറ്റ് സ്കോപ്പ് ഫൈറ്റ്. എന്താ ഉണ്ടായത്? രണ്ടാമത് പറഞ്ഞ സെന്റൻസിനെ ആദ്യം പറഞ്ഞിട്ട്, അതായത് കോൺസിക്വൻസിനെ ആദ്യം പറഞ്ഞിട്ട് നമ്മൾ ആന്റിസിഡന്റിനെ ട്രൂ ആണെന്ന് പറയാണ്. അങ്ങനെ, അതായത് റാമിറേസ് ഓപ്പോസിറ്റ് സ്കോപ്പ് ഫൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. ആന്റിസിഡന്റ് ആദ്യം പറഞ്ഞിട്ട്, സോറി, കോൺസിക്വൻസിനെ പറഞ്ഞിട്ട് അതിൽ നിന്ന് ആന്റിസിഡന്റ് ട്രൂ ആണെന്ന് നമ്മൾ അഫേം ചെയ്ത് പറയാണ്. അതിനാണ് എന്ത് അഫേമിംഗ് ദ കോൺസിക്വന്റ്, അതായത് ബി ആണ് കറക്റ്റ് ആൻസർ. നദീറ കിട്ടിയില്ല ഇത്? ഇങ്ങനെ നോക്കിയാൽ മതി. അഫേമിംഗ് ദ കോൺസിക്വൻസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ സെന്റൻസിന് എന്ത് ചെയ്തിട്ടുണ്ടാവും? പരസ്പരം ആദ്യത്തെ സെന്റൻസിന്റെ കോൺസിക്വൻസിനെ പറഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആന്റിസിഡന്റ് ട്രൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ രണ്ട് സെന്റൻസും തിരിച്ചു മറിച്ചിട്ടിട്ടുണ്ടാവും. അത്ര നോക്കിയാൽ മതി. അത്രയെങ്കിലും മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അഫേമിംഗ് ദ കോൺസിക്വൻസ്. ഓക്കെ, ഇനി ഇതൊക്കെ if capital punishment actually നമ്മൾ സെന്റൻസിന്റെ ഒന്നും മീനിങ്ങിലൊക്കെ ഒന്നും പോകേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. ഇത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ ഫൈൻ തന്നെ ഉണ്ട്. നമ്മൾ ഉറപ്പിച്ചു അൺഡിസ്ട്രിബ്യൂട്ടഡ് മണ്ഡലം മിഡിലും എക്സിസ്റ്റന്റ് ഫാലസിയും അല്ല. ഡി, എല്ലാവരും ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പാണ്. നമ്മൾ ആദ്യം പറഞ്ഞ സെന്റൻസിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്, നോട്ട് ചേർത്തിട്ടുള്ള സെന്റൻസ് ആണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്. അതാണ് denying the antecedent. ഇത് മനസ്സിലാക്കി വെച്ചാൽ വളരെ സിമ്പിൾ ആണ് ഗൈസ്. മറ്റേതിന്റെ അതിന് നമ്മൾ ഇലിസിറ്റ് മേജർ ഡിസ്ട്രിബ്യൂട്ടഡ് പോലെ ഓരോ മേജർ ടൈമും മൈനർ ടൈമും ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണോ എന്നൊന്നും എന്തില്ല, പിന്നെ എന്താണ് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മേപ്പിട്ട് നോക്കി നിൽക്കേണ്ട എന്താ സംഭവം നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ് കിട്ടിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ്. ഇപ്പോൾ ഡിനൈങ് ആന്റിസിഡന്റ്. ഇനി ഒരു ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് പറയാം. ഇതായിരുന്നു. ഇതൊന്നൊക്കെ ഇതിൽ ഒന്ന് നമ്മൾ പറയാത്ത, അതായത് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാനാണ്. നമ്മൾ ഏതൊക്കെ പഠിച്ചത്? ഫാലസി ഓഫ് ഡിനൈങ് ദ ആന്റിസിഡന്റ് പഠിച്ചിട്ടുണ്ട്. അഫേമിംഗ് ദ ആന്റിസിഡന്റ് പഠിച്ചിട്ടുണ്ടോ? അങ്ങനൊന്നില്ല. ഫാലസി ഓഫ് അഫേമിംഗ് ദ ആന്റിസിഡന്റ് പറഞ്ഞിട്ടൊന്നുമില്ല. മനസ്സിലായോ? അപ്പോ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കുക. അപ്പൊ നിങ്ങൾ ആ ഒരു വേർഡിന്റെ ഇത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഡെനിയിങ് ആന്റിസിഡന്റും അഫേമിംഗ് കോൺസിക്വൻസും ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അഫേമിംഗ് ആന്റിസിഡന്റ് ഫാലസി അല്ല, അത് വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതാണ് വരിക? എല്ലാവരും സിയാ പറഞ്ഞിട്ടുള്ളത് ആണ്. നമ്മൾ പറഞ്ഞു അതിൽ ഡൗട്ട് ഒന്നുമില്ല. ആദ്യം പറഞ്ഞ സെന്റൻസിന്റെ നെഗറ്റീവ് സെന്റൻസ് ആണ് രണ്ടാമത് വന്നിട്ടുള്ളത്. അപ്പൊ ഫാലസി ഓഫ് ഡെനിയിങ് ആന്റിസിഡന്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തത് ഇങ്ങനെയും വരാം. അഫേമിംഗ് ദ ആന്റിസിഡന്റ്, അതായത് നിങ്ങൾ ഓടി ചെന്നിട്ട് നെഗറ്റീവ് ആണെങ്കിൽ ആന്റിസിഡന്റ് ഉള്ളത് നെഗറ്റീവും എന്താണ് രണ്ട് സെന്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടാണ് കോൺസിക്വൻസും. അങ്ങനെ നിങ്ങൾ ഓർക്കരുത്. ഇവിടെയും ചിലപ്പോൾ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേർഡുകൾ മാറ്റി തന്നേക്കാം. അപ്പൊ നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മൾ പഠിച്ചിട്ടുള്ളത് ഫാലസി ഓഫ് ഡെനിയിങ് ദ ആന്റിസിഡന്റും അഫേമിംഗ് ദ കോൺസിക്വൻസ് ആണ്. അത് വ്യക്തമായിട്ട്, അതായത് നിങ്ങൾ എപ്പോഴും നമ്മളെ അശ്രദ്ധ കൊണ്ട് നമുക്ക് മാർക്ക് പോവാം. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അശ്രദ്ധ ചാടി ആൻസറിലേക്ക് വീഴരുത്. ശരിക്കും വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ ഒരു സ്ലൈഡിൽ ഒരു കാര്യം ഇപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടല്ലോ, നമ്മൾ പറയാത്ത എന്താ വന്നത്? അഫേമിംഗ് ദ ആന്റിസിഡന്റ്. അപ്പൊ എന്താണ്? ഡെനിയിങ് ദ ആന്റിസിഡന്റ് ആണ് ഇൻവാലിഡ് അഥവാ ഫാലസി. അപ്പൊ അഫേമിംഗ് ദ ആന്റിസിഡന്റ് എന്തായിരിക്കും? അഫേമിംഗ് ദ ആന്റിസിഡന്റ് എന്തായിരിക്കും? വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അത് ഓർത്തു വെക്കുക. ഇവിടെ ഡെനിയിങ് ദ ആന്റിസിഡന്റ് ഇൻവാലിഡ് ആണ്, ഫാലസി ആണെങ്കിൽ അഫേമിംഗ് ദ ആന്റിസിഡന്റ് എന്താണ്? വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണ് നമുക്ക് പറയാം. ഇനി അഫേമിംഗ് ദ കോൺസിക്വൻസ് എന്താണ്? കോൺസിക്വന്റ് നമ്മൾ ഫാലസി ആണെന്ന് പഠിച്ചു, ഒരു എറർ ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പഠിച്ചു. പക്ഷെ ഡെനിയിങ് ദ കോൺസിക്വന്റ് എന്തായിരിക്കും? പറയൂ, ഡെനിയിങ് ദ കോൺസിക്വന്റ് എന്തായിരിക്കും?
അത് അതിന്റെ കോൺസെപ്റ്റിലേക്കൊന്നും നിങ്ങൾ പോണ്ട, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഡെനിയിങ് ദ ആന്റിസിഡന്റ് നമ്മൾ ഫാലസിയുടെ കൂട്ടത്തിലാണ് പഠിച്ചത്, അതൊരു ഫാലസിയാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അഫേമിങ് ദ ആന്റിസിഡന്റ് വാലിഡ് ആണ്. ഇത് ഇൻവാലിഡ് ആണ്, ഇത് വാലിഡ് ആണ്. ഇനി അഫേമിങ് ദ കോൺസിക്വൻസ് ഫാലസി ആണ് നമ്മൾ പഠിച്ചു. ഇവിടെ ശരിക്കും കണ്ടോ, ഫാലസി ഓഫ് അഫേമിങ് ദ ആന്റിസിഡന്റ്, ഈ വേർഡ് തന്നെ തെറ്റാണ്. അഫേമിങ് ദ ആന്റിസിഡന്റ് എന്ന് പറഞ്ഞാൽ ഫാലസി അല്ല, വാലിഡ് ആണ്. ഇനി ഡെനിയിങ് ദ കോൺസിക്വന്റ് എന്താണ്, അതും വാലിഡ് ആണ്. ക്ലിയർ ആയോ? അതായത് ഫാലസികളുടെ ഓപ്പോസിറ്റ് ഉള്ള രണ്ട് കാര്യങ്ങളും വാലിഡ് ആയിട്ടുള്ളതാണ്. ക്ലിയർ ആണോ? അത് ഡൗട്ട് ഉണ്ടോ? ആ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ ഗൈസ്? അത് നിങ്ങൾ എന്താണ് അതിന്റെ ഒരു ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ വരാം, ചിലപ്പോ അങ്ങനെ വരാം. അങ്ങനെ കണ്ടിട്ടില്ല എന്നെങ്കിലും എന്നാലും എനിക്ക് എന്തൊക്കെ ചോദിക്കാൻ അവർക്ക് തോന്നുന്നൊക്കെ ഒരു ചോദിക്കും. ക്ലിയർ ആണോ? അല്ല, ആരൊന്നും പറയുന്നില്ല. എന്താന്ന് പറഞ്ഞെന്ന് വെച്ചാല് ഇവിടെ നമ്മൾ പറഞ്ഞു ഫാലസി ഓഫ് ഡിനൈങ് ദ ആന്റിസിഡന്റ് ഫാലസിയാണ് നമ്മൾ പഠിച്ചു. അപ്പോ നമ്മൾ ഇവിടെ കണ്ടോ ഫാലസി ഓഫ് അഫേമിങ് ദ ആന്റിസിഡന്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാൻ ഞാൻ ഇവിടെ ഒരു ടേം കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്തത് നോക്കൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡെനൈങ് ദ ആന്റിസിഡന്റ് ഫാലസി ആവുമ്പോൾ അഫേമിങ് ദ ആന്റിസിഡന്റ് എന്താണ്, വാലിഡ് ആയിട്ട്. ഇത് ഫാലസി എന്ന് പറഞ്ഞാൽ ഇൻവാലിഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫാലസി എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ എന്താണ്, നമ്മൾ ഇൻവാലിഡ് ആണ് എന്നുള്ളതിനാണ് നമ്മൾ ഈ ഫാലസി പറയാ. ഇവിടെ അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് അഫേമിങ് ദ ആന്റിസിഡന്റ് വാലിഡ് ആണ്. ഇനി നോക്കൂ, അഫേമിങ് ദ കോൺസിക്വൻസ് നമ്മൾ പഠിച്ചു എന്ത്, ഇൻവാലിഡ് ആണ്, ഫാലസി ആണെന്ന് പഠിച്ചു. അപ്പോ ഈ ഡിനൈങ് ദ കോൺസിക്വന്റ് എന്താണ്, ഡെനിയിങ് ദ കോൺസിക്വന്റ്, ഇവിടെ എല്ലാത്തൊരു ടൈമിനെ ഞാൻ പറയുന്നേ, ഡെനിയിങ് ദ കോൺസിക്വൻസ് എന്താണ്, വാലിഡ് ആണ്. ആ ഒരു കാര്യം നിങ്ങൾക്ക് എന്താണ് ഓർത്തിരിക്കണം. ചിലപ്പോക്കെ നമുക്ക് എന്തിൽ വരാം, ഇവിടെ ഞാൻ ഈ സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് എന്താ ഇവിടെ, ഡെനിയിങ് ദ ആന്റിസിഡന്റ് ഇസ് എ ഫാലസി ബട്ട് അഫേമിങ് ദ ആന്റിസിഡന്റ് വാലിഡ് ആർഗ്യുമെന്റ്, വാലിഡ് ആണ്. അഫേമിങ് ദ കോൺസിക്വൻസ് ഇസ് എ ഫാലസി ബട്ട് ഡെനിയിങ് ദ കോൺസിക്വൻസ് ഇസ് എ വാലിഡ് ആർഗ്യുമെന്റ്. ചിലപ്പോ വന്നാലോ, നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ക്ലിയർ? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 2 hours ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവും. അപ്പോ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലെ. അപ്പോഴേക്ക് ഈ കാര്യങ്ങളൊക്കെ ഈ ഫോർമൽ ഫാലസിയുടെ എല്ലാ അതൊന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് ക്ലിയർ ആക്കി വരിക ഗൈസ്. അപ്പൊ താങ്ക് യു ഓൾ.